बार, सिर्फ एक बार कहिए, सिर्फ एक बार, सिर्फ एक बार। दिल से मुस्तफा को तू पुकार, होगा बेड़ा पार, होगा बेड़ा पार कहिए। अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। बिस्मिल्लाह वल्हम्दुलिल्लाह वस्सलातु वस्सलामु अला सय्यिदिना मुहम्मदिन अशरफि रसूलिल्लाह व अला आलिहि व अस्हाबिहि अल फाइज़ीन बिरिज़्क़िल्लाह, अम्मा बअद। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीन आमनु इत्तक़ुल्लाह वलतंज़ुर नफ्सुम मा क़द्दमत लिग़दिन वत्तक़ुल्लाह इन्नल्लाह ख़बीरुम बिमा तअमलून। सदक़ल्लाहु मौलानल अज़ीम वसदक़ वबल्लग़ रसूलुहुन नबियुल करीम व नहनु अला ज़ालिका मिनश शाहिदीन शाकिरीन वल्हम्दुलिल्लाहि रब्बिल आलमीन। वक़ाल नबिय्यु सल्लल्लाहु अलैहि वसल्लम ला तज़ूलु क़दम इब्नि आदम यौमल क़ियामति हत्ता युस्अल अन अर्बअ अन उम्रिही फ़ीमा अफ़नाह व अन शबाबिही फ़ीमा अबलाह व अन मालिही मिन ऐन इक्तसबहु व फ़ीमा अनफ़क़ह व अन इल्मिही फ़ीमा अमिल बिही औ कमा क़ाल रसूलुल्लाहि या मन यरा मा फ़िल ज़मीरि व यस्मअु अंतल मुअद्दु लिकुल्लि मा युतवक्कअु या मन युरज्जा लिश्शदाइदि कुल्लिहा या मन इलैहिल मुश्तका वल मफ़ज़अु या मन ख़ज़ाइनु मुल्किही फ़ी क़ौलि कुन उम्नुन फ़इन्नल ख़ैर इंदक अजमअु माली सिवा फ़क़री इलैक वसीलतुन फ़बिल इफ़्तिक़ारि इलैक फ़क़री अदफ़अु माली सिवा क़रई लिबाबिक हीलतुन फ़लइन रदद्त फ़अय्य बाबिन अक़रअु हशा लिजूदिक अन तुक़न्नित आसिया अल फ़ज़्लु अजज़लु वल मवाहिबु औसअु। ഉമ്മത്ത് സയ്യിദന മുഹമ്മദ് ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ പുത്തമ്പള്ളി ജമാഅത്ത് മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഭാരവാഹികൾ, മുതഅല്ലിമുകൾ, വന്യരായ കാരണവന്മാർ, യുവാക്കൾ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ഈ മജ്ലിസും മറ്റു എല്ലാവിധ പ്രവൃത്തികളും ഖബൂൽ ചെയ്ത് നാളെ സ്വർഗത്തിൽ വെച്ച് കൺകുളിർക്കെ കണ്ട് ആനന്ദിക്കത്തക്ക ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. അവസാന നിമിഷം വരെ ഇൽമു കൊണ്ട് ശുഗലായി ദീനിന്റെ ഖിദ്മത്തിൽ കഴിഞ്ഞുകൂടി അവസാനം കാമിലായ ഈമാൻ നൽകി ആഖിബത്ത് നൽകി അല്ലാഹു നന്നാക്കി മരിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട അഷൈഖ് കുഞ്ഞു അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അവരുടെ ആണ്ടിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ മജ്ലിസിൽ നമുക്ക് സമ്മേളിക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ സാലിഹീങ്ങളോടുള്ള മഹബ്ബത്തും സഹവാസവുമാണ് നമ്മുടെ വിജയം. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളുടെ കൂടെയുള്ള സഹവാസം അത്യന്താപേക്ഷിതമാണ്. ഭൗതിക ലോകത്ത് നാം ജീവിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം എന്താണ്?
ഇവിടെ ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും നിങ്ങൾ എന്തിനാണ് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഗൾഫിൽ പോയി സഹിക്കാനാവാത്ത ചൂടും തണുപ്പും അതിനോട് മല്ലടിച്ചുകൊണ്ട് മരുഭൂമിയിൽ കുടുംബത്തെയും വിട്ട് അകന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പ്രവാസിയോട് നിങ്ങൾ എന്തിന് ഈ വിദേശത്ത് ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, ഭാരമേറിയ ജോലികൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അയാൾക്കും പടിഞ്ഞാറ് കടലിനോട് മല്ലടിച്ച് തിരമാലകൾക്കിടയിൽ ജീവിതം, എന്റെ അന്ത്യം ഈ സമയം ഇവിടെ തന്നെ എന്ന് ചിന്തിക്കുമാർ കടലിലെ തിരമാലകളോട് മല്ലടിച്ച് കഴിഞ്ഞുകൂടുന്ന തീരദേശവാസികളോട് ചോദിച്ചാലും, ശക്തമായ ഇരുമ്പിനേക്കാൾ ഉറപ്പുള്ള പാറകളോട് മല്ലടിച്ച് നെഞ്ഞ് പൊള്ളിച്ച് കല്ലുണ്ടാക്കി കൃഷി ചെയ്തും മറ്റും ജീവിക്കുന്ന കർഷകരോട് ചോദിച്ചാലും എല്ലാവർക്കും പറയാനുള്ള മറുപടി ജീവിക്കണ്ടേ എന്നാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എന്തിനാണ്? ഏത് കഠിനാധ്വാനം ചെയ്യാനും മനുഷ്യൻ തയ്യാറാകുന്നു അവന്റെ ജീവിതത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ഇവിടെ. പക്ഷെ ആ ചോദ്യത്തിന്റെ പിന്നിൽ എന്തിന് ജീവിക്കുന്നു, എന്തിനാണ് ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി കണ്ടെത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ വിജയിച്ചവനാകുന്നത്. യഥാർത്ഥ മറുപടി, എന്തിനാണ് നാം ഇവിടെ ജീവിക്കുന്നത്? ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ദുനിയാവിന്റെ സുഖാഡംബരങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ച് കഴിഞ്ഞുകൂടാൻ വേണ്ടിയാണോ? അള്ളാഹു സൃഷ്ടിച്ചു വെച്ച കുറെ വിഭവങ്ങൾ ഈ ദുനിയാവിലുണ്ട്, അത് തിന്നു തീർക്കാൻ വേണ്ടിയാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഭൗതിക ലോകത്തുള്ള വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ, ഫ്രൂട്ട്സുകൾ, പച്ചക്കറികൾ, മത്സ്യമാംസങ്ങൾ തിന്നു തീർക്കാനാണെങ്കിൽ, അതിനാണ് അള്ളാഹു നമ്മളെ ഈ ദുനിയാവിലേക്ക് വിട്ടതെങ്കിൽ മനുഷ്യന്റെ ആവശ്യമില്ല. അതിന് മനുഷ്യൻ വേണ്ട. ഇവിടെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, നിന്റെ സൃഷ്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം ഞാൻ കൊടുക്കാം, നീ എനിക്കതിന് സമ്മതം തരണം. കൊടുത്തോളൂ. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു സമ്മതം നൽകി. ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാവല്ലേ, സുലൈമാൻ നബിക്ക് അള്ളാഹു സമ്മതം കൊടുത്തു. 3 മാസക്കാലം അക്ഷീണം പ്രവർത്തിക്കാൻ കഴിവുള്ള ജിന്നുവർഗത്തെ വിളിച്ചുകൊണ്ട് രാവും പകലും ഉറക്കവും വിശ്രമവും ഇല്ലാത്ത, ഏത് കഠിന ജോലിയും ചെയ്യാൻ അനായാസം കഴിവുള്ള ജിന്നുവർഗത്തെ വിളിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ 3 മാസം ഭക്ഷണം ഉണ്ടാക്കണം. അതാ 10,000 ജിന്നുകൾ ഒരുമിച്ച് കൂടി 90 ദിവസം വെച്ച് ഹിമാലയ പർവ്വതത്തെ വെല്ലുന്ന ഭക്ഷ്യ കൂമ്പാരമുണ്ടാക്കി വെച്ചു. എല്ലാം റെഡിയായി. അതാ സുലൈമാൻ നബി ഭക്ഷണം കൊടുക്കും. ക്ഷണം ആദ്യം നടത്തിയത് കടലിൽ നിന്നൊരു മത്സ്യത്തെയാണ്. സുലൈമാൻ നബി ഒരു നേരത്തെ ആഹാരം കൊടുക്കണം. റബ്ബിന്റെ സൃഷ്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക. ഈ മത്സ്യം വന്നു, ക്ഷണം സ്വീകരിച്ച മത്സ്യം വന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ആ മത്സ്യം ആ ഭക്ഷണം തിന്നു തീർത്തു. ഇനിയുണ്ടോ? വീണ്ടും കൊടുത്തു. കൊടുത്ത് ആ മത്സ്യം അത് മുഴുവൻ തിന്നു തീർത്തു. 3 മാസം ക്ഷീണമില്ലാതെ ജിന്നുകൾ സ്വരൂപിച്ച ആ പർവ്വതത്തെ വെല്ലാൻ മാത്രം വലിപ്പമുള്ള ഭക്ഷ്യക്കൂമ്പാരം, ആ മത്സ്യം അത് മുഴുവനും തിന്നു തീർത്തു. എന്നിട്ട് ആ മത്സ്യം ചോദിച്ചു, ഇനിയുണ്ടോ? എല്ലാം കഴിഞ്ഞു. സുലൈമാൻ നബി പറഞ്ഞു, എന്ത് പണിയത്? ഇപ്പോഴും വയറ് നിറഞ്ഞില്ലേ ഇതെല്ലാം തിന്നിട്ടും? ഈ മത്സ്യം പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? ഒരു നേരത്തെ ആഹാരം തരാമെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് വയറ് നിറഞ്ഞിട്ടില്ല, വിശക്കുന്നു, ഇനിയുണ്ടോ ഭക്ഷണം എന്ന് ചോദിക്കുമ്പോ ഇനിയും നിറഞ്ഞില്ലേ എന്ന് ചോദിക്കൽ മാന്യതയാണോ സുലൈമാൻ നബിയെ? നിങ്ങൾ ഇന്ന് ഞങ്ങളെ പട്ടിണിയാക്കിയല്ലോ, അള്ളാഹു ഞങ്ങളുടെ വയറ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും.
ഇന്ന് നിങ്ങൾ അള്ളാന്റെ റിസ്ക് മുടക്കിയിട്ട് നിങ്ങൾ ഭക്ഷണം തരാന്ന് പറഞ്ഞു, സംഗതി ഇന്ന് പട്ടിണിയായി. സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടെ വെച്ച് നിർത്തി. കഴിയില്ല റബ്ബേ, നിന്റെ സൃഷ്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അള്ളാഹു ഓരോ സമയവും നമ്മുടെ വയറ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദുനിയാവിലുള്ള വിഭവങ്ങൾ തിന്ന് തീർത്ത് നശിപ്പിക്കാനാണ് ഈ മനുഷ്യനെ അള്ളാഹു ദുനിയാവിലേക്ക് വിട്ടതെങ്കിൽ, നാം ഇവിടെ ജീവിക്കുന്നതെങ്കിൽ അതിന് നമ്മുടെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട പലരും അതിവിടെ പണ്ടുകാലങ്ങളിൽ തെളിയിച്ചു പോയിട്ടുണ്ട്. പിന്നെന്തിനാണ് ഇവിടെ നാം ജീവിക്കുന്നത്? ദുന്യാവ് കുറെ വലിച്ചു വാരിക്കൂട്ടണം, കുറെ സമ്പത്തുണ്ടാക്കണം. ഒട്ടുമിക്ക ആളുകളുടെയും ഇന്നത്തെ പ്രവൃത്തി കണ്ടാൽ നമുക്ക് അങ്ങനെയാ തോന്നിപ്പോകുന്നതും. സമ്പത്ത് വാരി വലിച്ചു കൂട്ടണം, കുറെ ദുനിയാവ് ശേഖരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ദുനിയാവ് നമുക്ക് എത്ര കണ്ട് ഉപകരിക്കും എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം. ഈ വാരി വലിച്ചു കൂട്ടിയ ഈ വസ്തു നമുക്ക് എത്ര കണ്ട് ഉപകരിക്കും. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഒരവസരം ഒരു വഴിക്ക് യാത്ര പോവാ. അപ്പൊ ഒരാള് പിന്നാലെ കൂടിയിട്ട് പറഞ്ഞു, ഞാനും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ. ഈസാ നബി പറഞ്ഞു, നീ വരണ്ട. അത് പറ്റില്ല, ഞാനും വരും. നിർബന്ധം പിടിച്ചു, നിങ്ങളെ കൂടെ ഞാനും വരും. രണ്ടുപേരും കൂടി അതാ പോകുന്നു. മനമല്ലാ മനസ്സോടെ ഇയാളെ ഈസാ നബി അലൈഹി സ്വലാം സ്വീകരിച്ചു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഈസാ നബിയുടെ കയ്യിൽ 3 പത്തിരിയുണ്ട്. വിശന്നപ്പോ രണ്ടുപേർക്കും വിശക്കുന്നു. കുറെ നടന്ന് യാത്ര ചെയ്തതല്ലേ. ഒരു പത്തിരി ഈസാ നബി അലൈഹി സ്വലാം തിന്നു. രണ്ടാമത്തെ പത്തിരി കൂടുള്ള ആൾക്കും കൊടുത്തു. ഒരു പത്തിരി ബാലൻസ്. അതവിടെ വെച്ചിട്ട് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ പോയിട്ട് അല്പം വെള്ളം കുടിച്ചു വരാം, നീ അവിടെ ഇരിക്കുക. ഈസാ നബി എന്തോ ആവശ്യത്തിന് പോയി തിരിച്ചു വന്നപ്പോ ആ പത്തിരി കാണാനില്ല. ആരടാ പത്തിരി എടുത്തത്? ഞാൻ എടുത്തിട്ടില്ല. ഇവിടെ വേറൊരു മനുഷ്യനാ വഴിക്ക് വന്നിട്ടില്ല. ഇയാൾ എടുക്കാനേ ചാൻസ് ഉള്ളൂ, പക്ഷെ നേരെ കണ്ണോടെ കണ്ടിട്ടില്ലല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോ രണ്ടുപേരും കൂടി മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ കുറെ മാൻപേടകൾ നടന്നു പോകുന്നു. ഈസാ നബി അലൈഹി സ്വലാം അതിൽ നിന്ന് നല്ല ഒരു തുടുത്ത ഒരു മാൻപേടയെ വിളിച്ചിട്ട് അതിനെ അറുത്തു, തോൽ പൊളിച്ചു, കഷ്ണിച്ചു, ഭക്ഷണമാക്കി രണ്ടുപേരും വയറ് നിറയാൻ മാത്രം തിന്നു. സുഭിക്ഷമായി അവിടെ കിടക്കുന്ന എല്ലുകളോടും മുള്ളുകളോടും എല്ലാം കുമ്പ് ഇതിനില്ല. ആ മുള്ളുകളെല്ലാം കൂടി കൂട്ടി ഇണങ്ങി പഴയ ഒരു മാൻപേടയെ പോലെയായി സുന്ദരനായ ഒരു മാൻകുട്ടിയായി മാറി. പോയിക്കോ, നിന്റെ കൂട്ടത്തിലേക്ക് തിരിച്ചു പോയിക്കോ. ആ മാൻപേട തിരിച്ചു പോകും. അത് ഈസാ നബിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാ വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹയ്യിൽ മൗതാ ബിഇദ്നില്ലാ. ഖുർആൻ പറഞ്ഞതാണ് ഈ സംഭവം. ഈ ചരിത്രം ബൈബിളിൽ പോലും ഉണ്ട്. ഇന്നും ബൈബിളിൽ പോലും ഈ ചരിത്രം കിടക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പോകുമ്പോ ഈ മാനിനെ അറുത്ത് വേവിച്ച് തിന്നു കഴിഞ്ഞ മുള്ളിനോട് പറഞ്ഞു, അതിന്റെ എല്ലുകളോടും മുള്ളുകളോടും എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് എഴുന്നേറ്റു, പഴയ അവസ്ഥയിൽ പോയി. കൂടെയുള്ള ഈ മനുഷ്യൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുക, എന്താ പോയി ചെയ്തത്? അങ്ങനെയാണ്, ഞാൻ പലതും ചെയ്യും, മനസ്സിലായോ എന്നെ? ഇത്രയൊക്കെ വലിയ കഴിവ് നടത്താൻ കഴിവുള്ള ആളാ ഞാൻ. ആരടാ പത്തിരി കട്ടത്? ഇവൻ പറഞ്ഞെടുത്ത പാട് ഞാനല്ല, ഞാൻ കണ്ടിട്ടില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബിക്കും ഈ മനുഷ്യനും ഒരു പുഴ മുറിച്ച് കടക്കണം. തോണിയില്ല, ഒന്നുമില്ല. ആ പുഴയുടെ വക്കത്ത് നിന്നുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം ഇയാളുടെ കയ്യും പിടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ വെള്ളത്തിന്റെ മുകളിൽ കൂടി അങ്ങ് നടന്നു. അക്കരക്ക് ആരുടെയും സഹായമില്ല. ഇവർ രണ്ടുപേരും ബിസ്മിൻ ചൊല്ലി കയ്യും പിടിച്ചിട്ടാണ് കിടന്നു. വെള്ളത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വീണതൊന്നുമില്ല. അത്ഭുതം തന്നെ കേട്ടോ. അതുപോലെ എത്ര അത്ഭുതം ചെയ്യാൻ കഴിയും? ഇമാതിരി അത്ഭുതമൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളാണ് ഞാൻ. ഇത് വെച്ചുകൊണ്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു, ആരാ പത്തിരി കട്ടത്? ഇവൻ പറഞ്ഞു, എടുത്ത പാട് ഞാനല്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇവർക്ക് കടല് മുറിച്ച് കിടക്കണം, കപ്പലതാ പോകുന്നു. ഇതിനൊക്കെ സമാനമായ ചരിത്രം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിലും ഔലിയാക്കന്മാരിലും കാണാം. ഉലമാ ഉമ്മത്തി കഅംബിയാ ബനി ഇസ്രായീൽ, എന്റെ സമൂഹത്തിലെ പണ്ഡിതന്മാർ ബനി ഇസ്രായീലിലെ നബിമാരെ പോലെയാണ്. ആ നബിമാർക്ക് അള്ളാഹ് കൊടുത്ത മുഴുവൻ മുഅ്ജിസത്തും ഈ ഔലിയാക്കന്മാർക്ക് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ഉലമാഇന് കറാമത്തായി ഉണ്ടായിട്ടുണ്ട്. സഅദ് ഇബ്നു അബി വഖാസിന്റെ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം, യൂഫ്രട്ടീസ് നദിയുടെ മുകളിൽ ചെന്നുകൊണ്ട്
അല്ലാഹുവേ, ഈ സമുദ്രത്തിന്റെ മറുവശത്ത് ജനവാസമുണ്ടോ ഇല്ലേ എനിക്കറിയില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഉണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വെന്നിക്കൊടി പറപ്പിച്ചിട്ടല്ലാതെ സഅദ് തിരിച്ചു വരുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞ് ആ വെള്ളത്തിന്റെ മുകളിൽ കൂടി തന്റെ കുതിരയെ അങ്ങ് ഓടിച്ചു. തന്റെ കൂട്ടുകാരന്റെ കൈപിടിച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ മുകളിൽ കൂടി റോട്ടിൽ കൂടി വാഹനം ഓടുന്നത് പോലെ അക്കരെ കടന്ന ചരിത്രം സഅദ് ഇബ്നു അബീ വഖാസിന്റെ ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹമിന്റെ ചരിത്രത്തിൽ കാണാം ഈസാ നബിയുടെ ഈ സമാനമായ ചരിത്രം. കപ്പൽ വിളിച്ചു, കപ്പിത്താൻ കപ്പലെടുപ്പിച്ചു, കപ്പലിൽ കയറണം, കാശില്ലാതെ കയറാൻ പറ്റില്ല. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം 3 കൂന മണ്ണ് കൂട്ടി വെച്ചിട്ട്, മണല് കൂട്ടി വെച്ചിട്ട് സ്വർണമാകൂ എന്ന് പറഞ്ഞു. 3 വലിയ കൂമ്പാരം, സ്വർണ്ണ കൂമ്പാരം, നിമിഷം കൊണ്ടത് സ്വർണ്ണ കൂമ്പാരമായി മാറി. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതിൽ 1 എനിക്കുള്ളതാ, 1 നിനക്കുള്ളതാ, 1 ആ പത്രി കെട്ടവനുള്ളതാണ്. അപ്പൊ ഇവൻ പറഞ്ഞു, ഞാൻ ആ പത്രി കെട്ടത്. എടാ കള്ള, ഇത്രയൊക്കെ മുഅ്ജിസത്തുകൾ കാണിച്ചു തന്നിട്ട് നിന്നോട് ഞാൻ ചോദിച്ചിട്ട് നീ സമ്മതിച്ചില്ല. ഈ പണം കണ്ടപ്പോ നീ സമ്മതിച്ചോല്ലേ? എന്നാ 3 നീ എടുത്തോ, നിനക്ക് പണമല്ലേ വലുത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അവിടുന്ന് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോ അതാ 2 ആളുകൾ ഇങ്ങനെ കടന്നു വരുന്നു. വന്നപ്പോ ഇവര് ചങ്ങാതി 3 കൂട്ടം സ്വർണമലകൾ അതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. ഇത് കണ്ടപ്പോ ഇവര് മനസ്സിലാക്കി, എടാ ഇവരെന്നെ കൊല്ലും, ഈ സ്വർണവുമായി അവര് പോകും. ഇവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ 2 പേര് ഞാനൊരാള്, 3 പേർക്കും കൃത്യമായിട്ട് ഓരോ മലകൾ, സ്വർണ്ണമലകൾ എടുക്കാം. രാത്രി ആവാൻ കാത്തിരിക്കുക, ഇത് രാത്രിയായിട്ട് എല്ലാവർക്കും കൊണ്ടുപോകാന്നുള്ളത്, ഓരോരുത്തർക്കും ഓരോ സ്വർണ്ണമലകൾ കൊണ്ടുപോകാം. കുറച്ച് കഴിഞ്ഞപ്പോ ഈ വന്ന 2 ആളുകൾ പറഞ്ഞു, എടാ വല്ലാതെ വിശക്കുന്നു, നീ ടൗണിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചു വാ, കാശിഷ്ടം പോലെ ഉണ്ടല്ലോ, നീ അവിടെ നിന്ന് കഴിച്ചു വന്നാ മതി, ഞങ്ങൾക്ക് 2 പേർക്കുള്ളതും കൂടി കൊണ്ടുവന്നോ, ഞങ്ങൾ ഇവിടെ പാറാവിരിക്കാം. ഇവര് ഈ കേട്ടപാട് ഭക്ഷണം വാങ്ങാൻ വേണ്ടി കാശും എടുത്ത് ടൗണിൽ പോയി ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ അവൻ കഴിച്ച് ഇവർക്ക് 2 പേർക്കുള്ള ഭക്ഷണവുമായിട്ട് വരുമ്പോ ഇവ മനസ്സിലാക്കി, എടാ ഈ ഭക്ഷണത്തിൽ നല്ല വിഷം ചേർത്തിട്ട് അങ്ങ് കൊണ്ടുപോയി കൊടുത്താൽ അത് തിന്നലോടുകൂടി അവർ ചത്തുപോണം, എന്നാ 3 സ്വർണ്ണം ഒരിക്കൽ തന്നെ കൊണ്ടുപോകാലോ. ഇവൻ മനസ്സിലാക്കി, ഈ 2 ആളുകള് മനസ്സിലാക്കി, അവൻ ഭക്ഷണം കൊണ്ട് നമ്മളെ കയ്യിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് ആവശ്യമില്ലല്ലോ, അവൻ അങ്ങോട്ട് കൊന്നാൽ വൈകുന്നേരം ഈ 3 ഞമ്മക്ക് കൊണ്ടുപോവാം. പറഞ്ഞ പോലെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു, അവനെ അങ്ങ് കൊന്നു. ഈ 2 ആളുകൾ ഈ ഭക്ഷണം വായിൽ വെക്കേണ്ട താമസം അവരും മരിച്ചുപോയി. 3 പേരും അതാ മരിച്ചു കിടക്കുന്നു. അപ്പോഴാ ഈസാ നബി അലൈഹിസ്സലാമും തന്റെ സഹാബിമാരും അതിലൂടെ തിരിച്ചു വരുന്നത്. അദ്ദുന്യാ ഹക്കദാ, ദുനിയാവ് ഇങ്ങനെയാണ്, വഞ്ചിക്കും, ദുനിയാവ് ചതിക്കും. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ദുനിയാവാണെങ്കിൽ ആ ദുനിയാവ് നമ്മളെ വഞ്ചിച്ചേക്കും. അതല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ. ദുനിയാവാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ഈ ഭൗതിക ലോകം നമുക്ക് എത്ര കണ്ട് ഫലം ചെയ്യും? ഗൾഫ് രാജ്യങ്ങളിൽ പോയി താമസിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിയുന്നതിന് മുമ്പ് വിദേശത്തേക്ക് പറന്ന യുവാക്കളുണ്ട്. എന്നാ തിരിച്ചു വരുന്നത് വർഷത്തിലൊരിക്കൽ കിട്ടുന്ന 1 മാസത്തെ ലീവ്. അവന്റെ ഭാര്യയും മക്കളെയും കൂട്ടിയവന് സന്തോഷമായി ജീവിക്കാൻ 1 മാസത്തെ ലീവാ കിട്ടുന്നത്. തിരിച്ചവൻ ഗൾഫിലേക്ക് വീണ്ടും പോകും. അവസാനം ജീവിതം വഴിമുട്ടി, ശാരീരിക ആരോഗ്യങ്ങളെല്ലാം ക്ഷയിച്ചു, കുറേയധികം രോഗങ്ങൾ സമ്പാദിച്ചു. ഗൾഫിന്റെ സമ്പാദ്യവുമായി ഈ മനുഷ്യൻ തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ ശാരീരികമായി ഒന്നും കഴിയാതെ ഒരു ഭാഗത്ത് ആർക്കും വേണ്ടാത്തവനായി, ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ടവൻ കഴിയുന്നു. ആരോഗ്യകാലം മുഴുവനും ഗൾഫിൽ അവൻ തുലച്ചു, മരുഭൂമിയോട് മല്ലടിച്ചു, അറബികളുടെ ചീത്തകൾ കേൾക്കേണ്ടി വന്നു, കുടുംബത്തെയും വിട്ട് അകന്നു. മര്യാദക്ക് അവന്റെ ഭാര്യയുമായും മക്കളുമായും സന്തോഷിക്കുവാനും സല്ലപിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള അവസരം വരെ ആരോഗ്യ കാലഘട്ടത്തിന്റെ ജീവിതത്തിൽ അവന് ലഭിച്ചില്ല. അത് മുഴുവനും ഗൾഫിൽ തുലച്ചു. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ അവൻ ആഗ്രഹം എന്താണ്? തനിക്കും തന്റെ ഭാര്യക്കും സുഖമായി ജീവിക്കാനുള്ള ഒരു വീടുണ്ടാക്കണം, സ്വസ്ഥമായി കഴിഞ്ഞുകൂടാൻ ഒരു വീട് വേണം.
ആ ഗൾഫിലുള്ള അനവധി വർഷം, ഡസൻ കണക്കിനുള്ള വർഷത്തെ ഗൾഫിലെ അധ്വാനം കൊണ്ട് സമ്പാദിച്ചത് സുന്ദരമായ ഒരു കെട്ടിടം. വരുമാനത്തിന്റെ മിക്ക ഭാഗവും ആ കെട്ടിടത്തിന്മേൽ ചെലവാക്കി. വലിയ ഒരു ടെറസ് കെട്ടിയിട്ടിരിക്കുന്നു. ആര് കണ്ടാലും മനോഹരം എന്ന് പറയണം. അങ്ങനത്തെ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നു. അവസാനം ആ വീട്ടിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കേണ്ടി വന്നാൽ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമല്ലേ? ആ വീട്ടിൽ വെച്ചൊരു മനുഷ്യൻ മരിച്ചാൽ, ഞാനോ നിങ്ങളോ ഇന്ന് താമസിക്കുന്ന വീട്ടിൽ വെച്ച് മരിച്ചാൽ, അല്പസമയം കഴിഞ്ഞാൽ നമ്മെ മയ്യിത്ത് കുളിപ്പിക്കണം. എവിടെ വെച്ചാ കുളിപ്പിക്കുന്നത്? മരിച്ച ആ റൂമിൽ കിടന്നുകൊണ്ട് നമ്മെ കുളിപ്പിക്കില്ല. ആ വീട്ടിൽ വെച്ച് കുളിപ്പിക്കുകയില്ല. എന്താ കാരണം? ആ വീടിന്റെ ആ റൂമിന്, ഞാൻ എന്നും കിടന്നുറങ്ങുന്ന പ്രൈവറ്റ് റൂമിന്റെ ഓവിട്ടിട്ടില്ല. വെള്ളം പുറത്തോട്ട് പോകാൻ ഒരു വഴി ഉണ്ടാക്കിയിട്ടില്ല. അത് കാരണം ഈ മയ്യിത്ത് കുളിപ്പിച്ച വെള്ളം അവിടെ കെട്ടി നിൽക്കും. ആ റൂം മലിനമാകും. ഇത്രയും മനോഹരമായി ഗ്രാനൈറ്റ് പതിച്ച, മാർബിൾ പതിച്ച, വിലപിടിപ്പുള്ള വെണ്ണക്കല്ലുകൾ പതിച്ച ഈ വീട് വെള്ളം ഒഴിഞ്ഞു പോകാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് കുളിപ്പിക്കണ്ട. മക്കളും അവിടെ കൂടിയിരിക്കുന്നവരും തീരുമാനിച്ചു, ഒരു അരമണിക്കൂർ സമയത്തേക്കല്ലേ വീടിന്റെ സൈഡിൽ ഒരു കർട്ടൻ കെട്ടി ഉണ്ടാക്കി, ഒരു ഷെഡ് കെട്ടി അവിടെ വെച്ച് മയ്യിത്ത് കുളിപ്പിക്കാം. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി കണ്ണടച്ചിട്ടേ ഉള്ളൂ, ദുനിയാവെന്ന് പോയിട്ടില്ല. വീട് നമ്മുടേതല്ലാതെയായി. ഈ വീട്ടിൽ വെച്ച് അവസാനത്തെ ഒരു കുളി കുളിച്ചു പോകാൻ നമുക്ക് ഭാഗ്യമുണ്ടോ? ആ വീട് നമ്മൾ തമ്മിലുള്ള ബന്ധം ഈ വീടിന് വേണ്ടിയല്ലേ സഹോദര ഗൾഫിൽ നീ ജീവിതം തുലച്ചത്? ജീവിതകാലം മുഴുവനും വിദേശത്ത് തുലച്ച് നീ ഉണ്ടാക്കി ആ വീട്ടിൽ വെച്ച് അവസാനത്തെ നിന്റെ ഒരു കുളി നടത്താൻ ഭാഗ്യമില്ലാതെയായി പോയില്ലേ? ആ കുളി കഴിഞ്ഞിട്ട് പിന്നെ നമ്മെ കഫൻ ചെയ്യണം, ശരീരം മറക്കണം, പൊതിയണം. പൊതിയുമ്പോ മക്കൾ ഓടിച്ചെന്നു അടുത്ത തുണിക്കടയിൽ, വാപ്പ മരിച്ചു, വാപ്പാനെ മയ്യിത്ത് കഫൻ ചെയ്യാൻ തുണി വേണം. ഏത് മുസ്ലിമിനും അമുസ്ലിമിനും അറിയാം, ഒരാൾ മരിച്ചാൽ, ഒരു മുസ്ലിം വീട്ടിൽ ഒരാളെ മരിച്ചാൽ അയാളെ മയ്യിത്ത് കഫൻ ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് തുണിക്കച്ചവടക്കാരന് നന്നായിട്ടറിയാം. ഉടനെ എടുത്തിട്ടു അവൻ. അതെടുത്തിട്ട് മുറിച്ച് കട്ടിച്ചപ്പോൾ ഈ മകൻ വെറുതെ അതൊന്നിങ്ങനെ പിടിച്ചു നോക്കി. എടാ, വല്ലാതെ താഴ്ന്ന വല്ലാത്ത കോറത്തുണിയായി പോയല്ലോ ഇത്, വേറെ നല്ലതൊന്നും എല്ലാരും ഇതെന്നെ കൊണ്ടുപോണത്. അതവനെടുത്തു. ജീവിതകാലത്ത് ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പോകുമ്പോ, ഒരു കല്യാണത്തിന് പോകുമ്പോ, ഒരു വഴന്നിന് പോകുമ്പോ ആ തുണിയിൽ നിന്ന് ഒരു ഷർട്ട് തുന്നിയിട്ട് ഇടാൻ നമ്മളെ മനസ്സനുവദിക്കൂല. അത്രയും താഴ്ന്ന ഒരു മല്ല് തുണി അത് മുറിച്ചു കൊണ്ടുവന്നു. അതിൽ കഫൻ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ എത്ര കഷ്ണം തുണിയിലാ നമ്മളെ പൊതിയുക? കഫൻ ചെയ്യേണ്ടത് എത്ര കഷ്ണം തുണിയിലാണ്? 3 കഷ്ണം തുണി. അങ്ങനെയാ പറയാ. ചെയ്യലും അങ്ങനെ തന്നെ, ചെയ്യേണ്ടതും അങ്ങനെ തന്നെ. പക്ഷേ ചില സന്ദർഭത്തിൽ ഈ 3 കഷ്ണം തുണി നടക്കൂല. ഒരു മയ്യിത്ത് കഫം ചെയ്ത് വെച്ചിരിക്കുന്നു. മയ്യിത്ത് കട്ടിലിൽ വെച്ചപ്പോഴാണ് ഒരാൾ കയറി വരുന്നത്. ഇയാൾ എത്ര കഷ്ണം തുണിയിലാ പൊതിഞ്ഞത്? 3 കഷ്ണം തുണി. അത് പറ്റില്ല, ഒരു കഷ്ണം അതിൽ നിന്ന് അഴിച്ചു മാറ്റണം. എനിക്ക് സമ്മതമല്ല അയാളെ 3 കഷ്ണം തുണിയിൽ പൊതിയുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു കഷ്ണം തുണി അഴിച്ചു മാറ്റാൻ, അത് തടയാൻ ഈ ദുനിയാവിൽ ഒരു കൂട്ടർ വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. നമ്മുടെ നാട്ടിൽ നടക്കാത്തതുകൊണ്ടാ. കടം വെച്ച് മരിച്ചാൽ കടം വീട്ടാൻ ഈ മനുഷ്യന് കഴിവില്ലെങ്കിൽ ഇയാളുടെ കഫംപുട വിറ്റാൽ ഈ മനുഷ്യന് കൊടുക്കാനുള്ള 100 രൂപ കൊടുക്കാൻ കഴിയും. അല്ലാത്തൊരു മാർഗത്തിൽ അയാളെ 100 രൂപ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ 3 കഷ്ണം തുണിയിൽ പൊതിയാൻ പാടില്ല. അതിൽ നിന്ന് ഒരു കഷ്ണം കഫംപുട അഴിച്ചു മാറ്റി അത് വിറ്റിട്ട് ആ കടക്കാരന്റെ 100 രൂപ വീട്ടിയിട്ടേ ഈ മയ്യിത്ത് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഫുഖഹാ രേഖപ്പെടുത്തിയതല്ലേ, ശാഫിഈ ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാമല്ലോ. ബുജൈരിമൊക്കെ എടുത്തു നോക്കൂ, കൃത്യമായി വിശദീകരിച്ചും ഈ മസ്അല പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2 കഷ്ണം തുണി ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള സമ്പാദ്യമാണത്. നമ്മൾ സമ്പാദിച്ചു വെച്ച കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ അവിടെ കുന്നുകൂടി കിടക്കുകയാണ്. അപ്പോഴാണ് 2 കഷ്ണം ഏറ്റവും താഴ്ന്ന മല്ല്. ജീവിതത്തിൽ തുണി ഉടുത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകൂല,
അതുകൊണ്ടൊരു ഷർട്ട് തയ്ച്ചിട്ടുകൊണ്ട് അവനൊരു സ്റ്റേജിൽ പങ്കെടുക്കില്ല, കല്യാണത്തിൽ പങ്കെടുക്കില്ല. അങ്ങനത്തെ 2 കഷ്ണം തുണിയാണ് ഇപ്പോൾ ബാലൻസ് ഉള്ളത്. അതിൽ നിന്ന് ഒരു കഷ്ണവും കൂടി വേണമെന്ന് വിചാരിച്ചാൽ ഈ ദുനിയാവിൽ ആരെങ്കിലും തടയണമെന്ന് വിചാരിച്ചാൽ നടക്കും. രണ്ടാമത്തത് അഴിച്ചു മാറ്റി, ഒരു കഷ്ണം തുണി. അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, ഇയാൾ എത്ര കഷ്ണം തുണിയിലാ പൊതിഞ്ഞത്? ഒറ്റ തുണിയിൽ. എനിക്ക് ഇയാള് കാശ് തരാനുണ്ട്, ഈ ഒരു കഷ്ണം അഴിച്ചു വിൽക്കാൻ പറ്റുമോ? അത് പറ്റൂല, അത് ഹഖുല്ലാ, ഒറ്റ കഷ്ണം തുണിയാ വാജിബായി ഉറപ്പ് നമുക്ക് പറയാൻ പറ്റിയത്. നമ്മളെ നാട്ടിൽ 3 എണ്ണം പൊതിഞ്ഞു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. 3 കഷ്ണം തുണി തന്നെ പൊതിയല്, 3 കഷ്ണം തുണി തന്നെ കൊണ്ടുപോകണത്. നാളെ ഞാൻ ഫിത്ന ഉണ്ടാക്കൊന്നും വേണ്ട. ഒരു കൂട്ടര് വേണമെന്ന് വിചാരിച്ചാൽ നടത്തിയാൽ നടക്കുമെന്നർത്ഥം. അപ്പൊ ആർക്കും തടയാൻ കഴിയാത്ത കഷ്ണം ഒരു തുണിയേ ഉള്ളൂ. ഒരു മയ്യത്തിനെ പൊതിയാൻ ആർക്കും തടയാത്ത, എനിക്കായിട്ട് അവകാശപ്പെട്ട തുണി എന്ന് തീർത്തു പറയാൻ ഒരു കഷ്ണം തുണിയേ ഉള്ളൂ. ഇതിനല്ലേ സഹോദര ഗൾഫിൽ ഇത്രയും കാലം നീ അധ്വാനിച്ചത്, ജീവിതം വിദേശത്ത് തുലച്ചത് അതിനു വേണ്ടിയല്ലേ? ഇതായി കാണുന്ന അധ്വാനങ്ങൾ മുഴുവനും ഭൗതിക ലോകത്ത് നടത്തിയത് ഈ ഒരു കഷ്ണം തുണിക്ക് വേണ്ടിയല്ലേ? ചിന്തിച്ചു നോക്കൂ. കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കടന്നാൽ വെന്റിലേറ്ററിന്റെ ഉള്ളിൽ കൂടി മൊബൈലിന്റെ ലെൻസ് വെച്ചുകൊണ്ട് ആ കുളിക്കുന്ന മനുഷ്യന്റെ ഫോട്ടോ എടുത്താൽ, ബാത്റൂമിൽ കുളിക്കുകയാണെങ്കിലും ഔറത്ത് മറച്ചാണ് കുളിക്കേണ്ടത്. ഒറ്റക്ക് ബാത്റൂമിൽ കുളിക്കുകയാണെങ്കിലും വസ്ത്രം ഉരിഞ്ഞു കുളിക്കരുത്. ആണാകട്ടെ പെണ്ണാകട്ടെ ശ്രദ്ധിക്കണം. ആരും കാണാനില്ലല്ലോ എന്ന് വിചാരിച്ച് അടച്ചിട്ട ബാത്റൂമിനുള്ളിലാണ് കുളിക്കുന്നതെങ്കിൽ അതിനുള്ളിലും നിങ്ങൾ തോർത്തുമുണ്ടെടുത്തിട്ട് കുളിക്കണം. എല്ലാം അഴിച്ചിട്ട് കുളിക്കുന്നത് അല്ലാഹുവിന് തൃപ്തിയില്ല, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് തൃപ്തിയില്ല, റസൂലുള്ളാഹിക്ക് തൃപ്തിയില്ല. ഇത് കുളിക്കുന്ന സമയത്ത് ചിന്തിച്ചോ, വസ്ത്രം മാറ്റിയാണ് കുളിക്കുന്നതെങ്കിലും മുണ്ടെടുത്തിട്ടാണ് കുളിക്കുന്നതെങ്കിലും ഒരാളെങ്ങാനും ആ വാതിൽ തുറന്ന് ബാത്റൂമിനുള്ളിൽ നോക്കിയാൽ ഒന്നും ലജ്ജിക്കാനില്ല, നല്ല വലിപ്പമുള്ള തോർത്തുമുണ്ട് മാറ്റിയിട്ടുണ്ട്. അത് ധരിച്ചാണ് കുളിക്കുന്നതെങ്കിൽ പോലും ബാത്റൂമിന്റെ ആ വാതിലിന്റെ പഴുതിൽ കൂടി ആരെങ്കിലും ഒളിഞ്ഞു നോക്കിയാൽ, വെന്റിലേറ്ററിന്റെ മുകളിൽ കൂടി ആരെങ്കിലും നോക്കിയാൽ ഞാനോ നിങ്ങളോ ഇഷ്ടപ്പെടുമോ? അദ്ദേഹത്തെ കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടുമോ? എന്തേ കാരണം? ഞാൻ കുളിക്കുന്നിടത്തേക്ക് മാറി നോക്കാൻ ഈ ആരാ? എന്ത് വൃത്തികേടാടോ ഈ ചെയ്യുന്നത്? ഇത്രയും സൂക്ഷ്മമായി കുളിച്ച നമ്മെ ഒരു കട്ടിലിന്റെ മുകളിൽ കിടത്തി 4-5 ആളുകൾ ചുറ്റുഭാഗത്തും കൂടി നിന്ന് കിടത്തിയിടത്തങ്ങ് കിടക്കുന്നു. അവർ നമ്മെ ചരിച്ചു കിടത്തുന്നു, അവർ നമ്മെ കമഴ്ത്തി കിടത്തിയേക്കാം. അവരതാ ആ മരിച്ച മനുഷ്യനെ, കട്ടിലിന്റെ മുകളിൽ ചലനമറ്റ് കിടക്കുന്ന മനുഷ്യനെ, അദ്ദേഹത്തിന്റെ തല ഇങ്ങോട്ട് താങ്ങിപ്പിടിച്ച് ആ നിൽക്കുന്ന മനുഷ്യന്റെ കാലൊന്ന് കയറ്റിവെച്ച് അദ്ദേഹത്തിന്റെ കാൽത്തുടയിലേക്ക് ചാരിയിരുത്തിക്കൊണ്ട് വയറിന്റെ മുകളിൽ തടകി കൊടുക്കുമ്പോൾ ആ വയറ്റിന് ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന മലമുണ്ടെങ്കിൽ ഈ 4-5 ആളുകളെ മുമ്പിൽ വെച്ചിട്ട് കാഷ്ടിക്കുന്നു. ജീവിതത്തിൽ ഞാനോ നിങ്ങളോ മറ്റൊരാളെ മുമ്പിൽ വെച്ച് കാഷ്ടിച്ചിട്ടുണ്ടോ? ഞാനോ നിങ്ങളോ മറ്റൊരാളെ മുമ്പിൽ വെച്ച് മൂത്രിക്കുന്നെങ്കിലും ആ മൂത്രിക്കുന്നു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുകയല്ലാതെ ആ മൂത്രിക്കുന്നത് കാണുന്നുണ്ടോ? മൂത്രിക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നോ? നോക്കിയാൽ അത് ഇഷ്ടപ്പെടുമോ? ഇപ്പോഴതാ ചലനമറ്റ് കിടക്കുന്ന ആണും പെണ്ണും അവർ വയറ്റിന്റെ മുകളിൽ കൈ കൊണ്ടൊന്നിങ്ങോട്ട് കുളിപ്പിക്കുന്നതിന് മുമ്പ് അല്പസമയം തടകിയാൽ വയറ്റിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന മലവും മൂത്രവും പുറത്തു പോകുന്നു. അതവർ വെള്ളം വാർന്ന് തുടച്ചു മാറ്റി കളയുന്നു. നാം കാഷ്ടിച്ച മലവും മൂത്രവും അവരതാ തുടച്ചു നീക്കുന്നു. നാം ചലനമില്ലാതെ കിടന്നു കൊടുക്കുന്നു. നമ്മുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി നഗ്നമാക്കി കിടത്തുന്നു. ഔറത്തിന്റെ ഭാഗത്ത് വല്ല തോർത്തുമുണ്ടോ, ടവലോ കർച്ചീഫോ മടക്കിയിടുന്നു. ബാക്കി ശരീരം മുഴുവനും നഗ്നമാണ്. കുളിപ്പിച്ച് നമ്മെ സംബന്ധിച്ച് പറയാനുള്ള അഭിപ്രായങ്ങളെല്ലാം അവർ രേഖപ്പെടുത്തി. കുളിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വസ്ത്രമങ്ങ് നമുക്ക് പൊതിയുമ്പോ, സാധാരണ കുളിച്ചു കഴിഞ്ഞാൽ
ആൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നുകൊണ്ട് നല്ല വിലപിടിപ്പുള്ള എത്രയോ സ്പ്രേകളും അത്തറുകളും പെർഫ്യൂംസുകളും അവന്റെ തലയിലും താടിയിലും മുഖത്തും മുഖമതാ കോഴിമുട്ട പോലെ ഒരു കുറ്റി പോലും തടയാനില്ലാത്ത വിധം കൃത്യമായി വടിച്ചു വൃത്തിയാക്കി, മുടിക്ക് കൊടുക്കേണ്ട എണ്ണ മറ്റൊന്ന്, ശരീരത്തിൽ പുരട്ടേണ്ട ഓയിൽ വേറെ ഒന്ന്, ക്രീമുകൾ പലതരം. ഒരു ബാത്റൂമിന്റെ ഉള്ളിൽ തന്നെ നോക്കിയാൽ വിവിധ തരത്തിലുള്ള കുപ്പികളാണ്. എന്തിനാണ് ഈ ബോട്ടിലുകൾ? അത് ഒന്ന് തലയിലേക്ക്, ഒന്ന് മുഖത്തേക്ക്, ഒന്ന് ശരീരത്തിലേക്ക്, അങ്ങനെ നഖത്തിലേക്ക് വ്യത്യസ്തമായ വസ്തുക്കളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഫ്രഷായി പുറത്തിറങ്ങിയാൽ ആര് കണ്ടാലും നല്ല സുന്ദരൻ, നല്ല ചന്തമുള്ള മനുഷ്യൻ. ഇപ്പോഴതാ കുളിച്ചു കഴിഞ്ഞാൽ എണ്ണ തേക്കുന്നില്ല, മുടി ചീകുന്നില്ല, അവന്റെ താടി വടിച്ച് വൃത്തിയാക്കി കൊടുക്കുന്നില്ല, അവനതാ നഖത്തിന്മേൽ കളറടിക്കുന്നില്ല, എല്ലാം അഴിച്ചു മാറ്റി കഴുകി വൃത്തിയാക്കി തൽസ്ഥാനത്ത് ബോഡി സ്പ്രേ ഉപയോഗിച്ച സ്ഥലത്ത്, പെർഫ്യൂംസുകൾ ഉപയോഗിച്ച സ്ഥലത്ത് കർപ്പൂരമാണ് മണക്കുന്നത്. അവന്റെ മൂക്കിലതാ പഞ്ഞു വെച്ചു, കണ്ണിൽ പഞ്ഞു വെച്ച്, ചെകിടിൽ പഞ്ഞു കുത്തി തുറ്റുകൊണ്ട് ആ മനുഷ്യന് കെട്ടി പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ അതാ പോർച്ചിലേക്ക്, നമ്മുടെ മയ്യത്ത് വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ സാധാരണ നാം യാത്ര ചെയ്യാറുള്ള കാർ പോർച്ചിലെവിടെ കിടക്കുന്നു? 10-20 ലക്ഷം രൂപയുള്ള കാറാണ്. എത്രയോ മോഹത്തോടുകൂടി മാസങ്ങൾക്ക് മുമ്പ് കാത്തിരുന്ന് കിട്ടിയതാണ്. യാത്ര ചെയ്ത് ആഗ്രഹം തീർന്നിട്ടില്ല. ആ കാർ പോർച്ചിലെവിടെ കിടക്കുന്നു? അപ്പോഴാണ് ആ മയ്യത്ത് പുറത്തേക്ക് എടുത്തു വെക്കുന്നത്. മയ്യത്ത് എടുത്തു വെക്കുമ്പോ ആ മക്കൾ പറയുമോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കള് പറയുമോ, ഉപ്പാന്റെ മയ്യത്ത് ഈ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകേണ്ട, ഉപ്പാന്റെ മയ്യത്ത് ഉപ്പ ഏറ്റവും ഇഷ്ടപ്പെട്ട ശീതീകരിച്ച കാറിൽ തന്നെ കൊണ്ടുപോയാൽ മതി. എന്തൊരാഗ്രഹമായിരുന്നു എന്റെ ഉപ്പാക്ക് ഈ കാറ്. അവസാനത്തെ ദുനിയാവിലെ അവസാനത്തെ യാത്രയല്ലേ, ഇനി ഉപ്പാക്കൊരു വാഹനമില്ലല്ലോ. ഈ മയ്യത്ത് കട്ടിലിൽ കയറ്റുന്നതിന് പകരം ഞങ്ങളെ വാപ്പ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കാറിന്റെ സീറ്റ് മറിച്ചിട്ടാൽ കൈകാലുകൾ നീട്ടി കിടന്നുറങ്ങുന്നത് പോലെ കിടന്നുറങ്ങാൻ സൗകര്യമുള്ള ഈ കാറിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ, നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു മയ്യത്ത് ലാസ്റ്റ് കൊണ്ടുപോകുമ്പോ AC-യുള്ള തന്റെ സ്വന്തം കാറിൽ കൊണ്ടുപോകുന്നോ? ആ കാർ മറ്റുള്ളവർക്ക് നമ്മുടെ കൂടെ വരാൻ വേണ്ടി, പോർച്ചിലേക്കും കൂടി ആളുകൾക്ക് കയറി നിൽക്കാൻ വേണ്ടി ഈ മയ്യത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന തന്റെ കാർ എടുത്തു മാറ്റി ദൂരത്തേക്ക് കൊണ്ടുപോയി വെച്ചു. എന്നിട്ടോ ഇവിടെ വിറക് വെട്ടി നടക്കുന്നൊരു മനുഷ്യനുണ്ട്. ഹോട്ടലുകളുടെ പുറകിൽ വിറക് വെട്ടി നടക്കലാണ് ജോലി. അങ്ങനത്തെ ഒരു മനുഷ്യൻ, ഈ വിറക് വെട്ടി ജീവിക്കുന്ന മനുഷ്യന്റെ പേര് മുഹമ്മദ് എന്നോ അബൂബക്കർ എന്നോ ആണ്. ആള് മുസ്ലിമാണെന്ന് പറയുന്നു. അത്രേ ഉള്ളു പരിചയം. ഏതോ ബീഹാറുകാരനോ ഒറീസക്കാരനോ തമിഴ്നാട്ടുകാരനോ ആണ്. ഇവിടെ വന്നിട്ട് വിറക് വെട്ടി ഹോട്ടലിന്റെ പുറകിൽ വിറക് വെട്ടി ജീവിക്കുകയും രാത്രി സമയത്ത് കടയടച്ചു പോകുമ്പോ അതിന്റെ ഒരു ഓരത്ത് കിടന്നുറങ്ങുകയും ലളിതമായ ജീവിതം നയിച്ച് കീറിയ പാന്റും ഷർട്ടും ധരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യൻ. ആർക്കും അഡ്രസ്സൊന്നും അറിഞ്ഞുകൂടാ. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോ കടയുടെ തിണ്ണയിൽ കിടന്ന മനുഷ്യൻ അന്ത്യശ്വാസം വലിച്ചിരിക്കുന്നു. എല്ലാവരും കൂടി പിരിവെടുത്തിട്ട് കഫംപുട വാങ്ങി. അങ്ങനെ അദ്ദേഹത്തെ കഫൻ ചെയ്തു, കുളിപ്പിച്ച് കഫൻ ചെയ്തു. പള്ളിയിൽ നിന്ന് മയ്യത്ത് കട്ടിൽ കൊണ്ടുവന്നു വെച്ചു. ആ മയ്യത്ത് കട്ടിലേക്ക് കയറ്റി വെച്ചു. ദ്വാരുന്നു. മയ്യത്ത് കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞ ഖബറിലേക്ക് ഇറക്കിയപ്പോഴാണ് ഇവിടത്തെ ഏറ്റവും വലിയ മുതലാളി മരിച്ചു കുളിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ മയ്യത്ത് കൊണ്ടുപോകണം. ഉടനെ തന്നെ ഇത് പള്ളിയിൽ പ്രത്യേകം വെക്കുന്ന സ്ഥലത്തേക്ക് ഈ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകാതെ, ഈ അണ്ണാച്ചിയെ മറവ് ചെയ്താതെ മയ്യത്ത് കട്ടില് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടില്ല. തിരുവനന്തപുരത്ത് പോയി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കാറ് മറ്റൊരാൾക്ക് ബാംഗ്ലൂർ ഒന്ന് പോയി വരാൻ കൊടുത്തപ്പോൾ, അദ്ദേഹവും മക്കളും കൂടി ബാംഗ്ലൂരിൽ പോയി വന്നപ്പോൾ
കുട്ടികളല്ലേ, അവര് കപ്പലണ്ടി തിന്നിട്ട്, അവര് മിഠായി തിന്നിട്ട് കാറിനുള്ളിൽ പലതുമായിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ലെങ്കിൽ തന്നെയും ആ കാർ ഒന്ന് സർവീസ് ചെയ്തിട്ടല്ലേ ഞാനും നിങ്ങളും നാളെ യാത്ര ചെയ്യൂ. അങ്ങനെയല്ലേ നമ്മുടെ കാർ ഇന്ന് വരെ നമ്മൾ യാത്ര ചെയ്തത്. മറിച്ച് ഈ അണ്ണാച്ചിയെ കൊണ്ടുപോയി മറവ് ചെയ്ത ആ കട്ടിലിൽ തന്നെ ഒന്ന് കഴുകണ്ട, ഒന്ന് തുടക്കണ്ട, അങ്ങനൊരു പതിവുമില്ല. നമ്മുടെ വീട്ടിന്റെ മുമ്പിലെത്തി കഴുകി വൃത്തിയാക്കി യാതൊരു കറയും പുരളാത്ത പെണ്ണുപൊടികൾ പുരളാത്ത നല്ല ടർക്കി വിരിച്ച് അതിന്റെ ഉള്ളിൽ പ്രത്യേക സുഗന്ധം പൂശി യാത്ര ചെയ്ത് കാറ് അപ്പുറത്തവിടെ കിടക്കുന്നു. ഈ മയ്യത്ത് കെട്ടലിലേക്ക് നമ്മയും എടുത്തു വെക്കുന്നു, കൊണ്ടുപോകുന്നു. എല്ലാവരും കൂടി എടുത്തു കൊണ്ടുപോകുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ചില ശബ്ദം, കരച്ചിലുകൾ. എന്താണ്? സാധാരണഗതിയിൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ وخلفي كريمات علي بواكيا وفيهن أمي أو شقيقي وعترتي ينادون خلف النعش من لا يجيبهم وقد كنت في الدنيا سريع الإجابة. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഉപ്പാ നിങ്ങൾ എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് ചോദിച്ചാൽ എന്താ മോനെ വേണ്ടത്? ഉപ്പ വരുമ്പോ എന്താ കൊണ്ടുവന്നു തരേണ്ടത്? തിരിഞ്ഞു നിന്ന് ഞാൻ ചോദിക്കാറുണ്ട്. എന്റെ മക്കൾ എന്നോട് മറുപടി പറയാറുണ്ട്. ഞാൻ അവരോട് സന്തോഷം പറഞ്ഞു പോകാറുണ്ട്. എന്റെ ഭാര്യ എന്നോടൊന്ന് നോക്കിയിട്ട് പുഞ്ചിരിച്ചാൽ ഞാൻ തിരിച്ചിങ്ങോട്ടെന്നെ എന്താ പൊന്നെ വേണ്ടത് മറുപടി പറയാറുണ്ട്. ഉമ്മ വിളിക്കുന്നു, മോനെ എപ്പോഴാണ് എന്റെ മോനെ തിരിച്ചു വരുന്നത്? ഉമ്മ ഞാൻ പെട്ടെന്ന് വരും, എന്താണ് വേണ്ടത് ഉമ്മക്കെന്ന് പറഞ്ഞ് ഞാൻ മറുപടി പറയാറുണ്ട്. അങ്ങനെ മറുപടി പറഞ്ഞിരുന്ന ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ യുനാദൂന ഖൽഫൻ നഅശി മൻ ലാ യുജീബുഹും, മക്കള് വിളിക്കുന്നു, ഉപ്പാ തിരിഞ്ഞു നോക്കുന്നില്ല. എന്റെ ഭാര്യ കരയുന്നു, തിരിഞ്ഞു നോക്കുന്നില്ല. എന്റെ ഉമ്മ വിളിക്കുന്നു, മോനെ ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല, പോവുക തന്നെയാണ്, എന്നെ കൊണ്ടുപോവുക തന്നെയാണ്. അടുത്ത ദിവസം വന്നപ്പോൾ ഇന്നലെ വരെ ഞാൻ എന്റെ മണിയറയിൽ, ഞാൻ ഇന്നലെ കിടന്ന കട്ടിലിൽ കിടന്ന് എന്റെ ഭാര്യയുമായി സല്ലപിച്ച് സന്തോഷിച്ച് കൂട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ എന്റെ നെഞ്ചത്തേക്ക് എന്റെ ഭാര്യയുടെ മുഖം അടുപ്പിച്ചു വെച്ചുകൊണ്ട് ഞാൻ സല്ലപിച്ച് സന്തോഷിച്ച ആ ഭാര്യയും ആ കട്ടിലും ആരുമില്ലാത്ത ഖബറിന്റെ ഉള്ളിൽ മണ്ണിന്റെ പുഴുക്കളായി എന്റെ കവിൾത്തടം മണ്ണിൽ കൊണ്ടുപോയി ചേർത്ത് വെച്ച് ഞാൻ കിടക്കുന്ന സമയത്ത് എന്റെ ഭാര്യയുടെ കൂടെ കട്ടിലിൽ കിടന്ന് ഇന്നവൾക്ക് മറ്റൊരു ഭർത്താവ് വന്നു ചേർന്നു. ദുന്യാവിലെ ദാമ്പത്യ ജീവിതത്തിന്റെ സുഖത്തിൽ അവൾ മുന്നോട്ട് ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ആ ഖബറിൽ കിടക്കുകയും ചെയ്യുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഒരു പെൺകുട്ടി തന്റെ ഭർത്താവുമായി പിരിയേണ്ടി വന്നാൽ ഒന്നോ രണ്ടോ കുട്ടികൾ അതിലുണ്ടെങ്കിൽ ആ കുട്ടികളെ വല്ല യതീം ഖാനയിലും ചേർക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നു. ആ മക്കള് അനാഥമാകുന്നു. നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് നാട്ടിൽ നടന്ന് പിരിവെടുത്തുകൊണ്ട് പോറ്റി വളർത്തുന്നു. ഏതെങ്കിലും അനാഥാലയങ്ങൾ കണ്ടെത്തി ആ കുട്ടിയെ അനാഥാലയങ്ങളിൽ ചേർക്കുന്നു. ഈ ഭാര്യ മറ്റൊരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നു. ഞാൻ എന്റെ ഖബറിൽ മണ്ണിനോടും പുഴുക്കളോടും മല്ലടിക്കുന്നു. മലായിക്കത്തിന്റെ അദാബും ശിക്ഷയും അല്ലെങ്കിൽ റഹ്മത്തും എന്തോ ആവട്ടെ ആ ഖബറിൽ കഴിഞ്ഞുകൂടുന്നു. ഇതല്ലേ ഒരു മനുഷ്യന്റെ ജീവിതം ഭൗതിക ലോകത്ത്? ഇതെന്തെങ്കിലും ഒന്ന് ഇല്ലാത്തത് ഞാൻ പർവ്വതീകരിച്ചതാണോ? മുഴുവനും ഞാൻ പറഞ്ഞതിനേക്കാളും എത്രയോ ഇരട്ടിയല്ലേ? ഇത് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഭൗതിക ലോകം എങ്ങനെ ആസ്വദിക്കാൻ കഴിയും? ജീവിതം ഭൗതിക ലോകത്ത് സുഖം ജീവിക്കലാണെങ്കിൽ പ്രിയപ്പെട്ട ഗൾഫുകാരാ, നീ ഗൾഫിൽ പോയി അധ്വാനിച്ച വീടും നീയും തമ്മിൽ ഇപ്പോൾ എന്താ ബന്ധം? നീ ഗൾഫിൽ പോയി അധ്വാനിച്ചുണ്ടാക്കിയ കാറ് നിനക്ക് എത്ര ഉപകരിച്ചു? എല്ലാം വിട്ടേച്ച് പോയിട്ട് വെറും 3 കഷ്ണം തുണി. ഇനി ബാക്കിയുള്ളതോ?
ബാക്കിയുള്ളത് എന്റെ മക്കൾ ഓഹരി ചെയ്തെടുക്കുന്നു. ഒരു പിതാവിന്റെ സ്നേഹനദികളായ മക്കൾ ഇന്നുവരെ ഒരു കലഹങ്ങളുമില്ലാതെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടിയ ഒരു 4-5 മക്കളുള്ള വാപ്പ, ആ ഉമ്മയും വാപ്പയും എത്ര സന്തോഷത്തിലാണ് ആ മക്കളെ കാര്യത്തിൽ. അവരെന്ത് സ്നേഹത്തിലാണ്. ഏത് സ്നേഹത്തിലുള്ള മക്കളും നമ്മുടെ നാട്ടിൽ ഒരളവോളം വിട്ടുപിരിയുന്നത് പിതാവിന്റെ സ്വത്ത് ഓഹരി വെക്കുന്നിടത്ത് വെച്ചിട്ടാണ്. അവിടെയാണ് തമ്മിൽ കലഹം. അവരെല്ലാം പിരിഞ്ഞുപോയി. 6 മക്കള് 6 കൊമ്പത്താണ്. ഉമ്മയാണെങ്കിൽ വിഷമിക്കുന്നു, ഞാൻ എന്താ ചെയ്യ, ഈ മക്കളെല്ലാം കൂടി ഇങ്ങനെ ആയിപ്പോയല്ലോ. ബാപ്പാന്റെ ഹയാത്ത് കാലത്ത് എത്ര സന്തോഷത്തിലാണ്. ബാപ്പ മരിച്ചതോടുകൂടി മക്കൾ മുഴുവനും ഛിന്ന ഭിന്നമായി. ഞാനും നിങ്ങളും ഈ ദുനിയാവിൽ സമ്പാദിച്ച് വിട്ടേച്ചു പോയ സമ്പത്ത് കൊണ്ട് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്താണ്? നമ്മുടെ സ്നേഹനിധികളായ മക്കൾ തമ്മിൽ തല്ലിപ്പിരിഞ്ഞില്ലേ? മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ഭൗതിക ലോകം സമ്പാദിക്കലാണെങ്കിൽ ആ ഭൗതിക ലോകവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ ഭൗതിക ലോകം നമുക്ക് എത്ര ഉപകരിക്കുന്നതാണ് എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഭൗതിക ജീവിതമല്ല, ഇവിടത്തെ സുഖാസ്വാദനങ്ങളല്ല. അതെപ്പോഴും നമ്മെ വിട്ടുപിരിയാൻ ചാൻസ് ഉണ്ട്. ഏത് സമയത്തും നാം അതിനോട് വിട പറഞ്ഞു പോകേണ്ടി വരും. എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എറണാകുളത്ത് അവിടെ ഒരു മദ്രസയിൽ ഒരു സദർ മുഅല്ലിം ഈ അടുത്ത് രാത്രി 10 മണിക്ക് എന്നോടും സെക്രട്ടറിയോടും വിളിച്ചിട്ട്, നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, നാളെ ഞാൻ വന്നിട്ട് നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. സെക്രട്ടറിയോട് അയാൾ ഫോണിലൊക്കെ സംസാരിച്ചു. സമയം രാത്രി 10 മണി. 11 മണി ആയിട്ടില്ല, ഞാൻ കിടന്നതേ ഉള്ളൂ. ഉടനെ തന്നെ സെക്രട്ടറി വന്നിട്ട് വിളിച്ചിട്ട് പറയും, തങ്ങളെ സദർ മരിച്ചുപോയി. 10 മണിക്ക് അയാൾ സംസാരിക്കുന്നു, നാളെ നമുക്ക് ഇന്നതൊക്കെ ചെയ്തു തീർക്കണം, ഒരുപാട് പണികൾ നാളെ നമുക്ക് മദ്രസയുമായി ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്. 11 മണിക്ക് കിട്ടുന്ന ന്യൂസ് അയാൾ മരിച്ചുപോയി. അതിനിടയിലെല്ലാം കഴിഞ്ഞു. മനുഷ്യന്റെ സ്ഥിതി ഇതാണ്. അപ്പൊ എപ്പോഴും ഈ ലോകം വിട്ടുപിരിഞ്ഞു പോകേണ്ട നാം ഈ ലോകത്തിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നതെങ്കിൽ പോകുമ്പോ കൊണ്ടുപോകുന്ന 2-3 ഘട്ടം തുണിക്ക് വേണ്ടിയാണോ ഈ കഠിനാധ്വാനം മുഴുവനും? അല്ലെങ്കിൽ അധ്വാനിച്ചോടെ ഉണ്ടാക്കിയിട്ട സമ്പത്ത് ഖബറിൽ കിടക്കാൻ നമുക്ക് സുഖമില്ലാത്തൊരവസ്ഥ ആക്കാനല്ലേ ഇപ്പോൾ ആയി തീർന്നത്? പിന്നെന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? എന്ത് ലക്ഷ്യം വെച്ചാ ജീവിക്കേണ്ടത്? ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത്? അത് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതമല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് മേഖലകൾ മാറി മാറി വന്നിട്ടുണ്ട്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യ ഭാഗത്തൊക്കെ പറയുന്നത് പല സ്ഥലത്തും ഖുർആൻ പറഞ്ഞു. മനുഷ്യോൽപത്തിയെ പറ്റി വിശദമായ പഠനം നടത്തിയ ഏക മതഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. അത്ര വിശദമായി ലോകത്ത് ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല, ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. ഖുർആൻ പറഞ്ഞതുപോലെ കണിശമായി കൃത്യമായി അത് അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. ചവിട്ടിയാൽ ഭൂമിയിലേക്ക് പൂണ്ടുപോകുന്ന ആണ്ടുപോകുന്ന തരത്തിലുള്ള കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യോത്ഭവം മണ്ണാണ്, മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആ മണ്ണ് തന്നെ ചവിട്ടിയാൽ ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്ന തരത്തിലുള്ള കളിമണ്ണ്, ചളി, ചേറ്, അതിൽ നിന്നാ പഠിച്ചത്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് എന്ന അർത്ഥത്തിലും ഇന്നും ആ പ്രക്രിയ നടക്കുന്നത് മണ്ണിൽ നിന്ന് തന്നെയാണ്. മണ്ണിന്റെ എസൻസുകൾ വലിച്ചെടുത്തിട്ട് ഉണ്ടാകുന്ന പച്ചച്ചെടികൾ തിന്നിട്ടാണ്. ചീര പോലുള്ള പച്ചച്ചെടികളാണ് നമ്മുടെ ഭക്ഷണം. നെല്ല്, അരി, ഗോതമ്പ് തുടങ്ങിയ വസ്തുക്കൾ ഈ മണ്ണിന്റെ എസൻസുകൾ വലിച്ചെടുത്തുണ്ടാകുന്നതാണ്. അത് തിന്നിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ചുമന്ന ചോരയുണ്ടാകുന്നത്. ആ രക്തം തരം മാറിയിട്ട് ബീജമായി മാറുന്നു. ആ ബീജം അതാ ഗർഭാശയത്തിലേക്ക് എത്തുന്നു. ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൊടുത്ത വസ്തു ശരീരപ്രകൃതി സ്വീകരിക്കുന്നതല്ലെങ്കിൽ അത് പുറത്തോട്ട് തള്ളിപ്പോരണം എന്നതാണ് ശാസ്ത്രം. നമുക്ക് പറ്റാത്തൊരു സാധനം നിന്ന് ഛർദ്ദിച്ചു പോരും.
അല്ലെങ്കിൽ വയറ്റിളക്കം പിടിച്ചിട്ട് താഴോട്ട് പോകും. ശരീരത്തിന് പറ്റാത്ത ഓവറായിട്ട് വയറ്റുന്ന പോക്കുണ്ടായാൽ ഡോക്ടറെ അടുക്കൽ ചെന്നാൽ ചോദിക്കും, അയാൾ പറ്റാത്തത് വല്ലതും തിന്നിരുന്നോ? ഛർദിച്ചിട്ട് ചെന്ന് പറഞ്ഞാലും ചോദിക്കും, കഴിക്കാൻ പാടില്ലാത്ത വല്ലതും ആഹരിച്ചിരുന്നോ, ഭക്ഷിച്ചിരുന്നോ ചോദിക്കും. ഇല്ല, പ്രത്യേകിച്ചൊന്നും ഓർമ്മയില്ല, സാധാരണ തിന്നാത്തത് ഞാനെന്നൊരു പരിപ്പാട് തന്നിട്ടുണ്ട്. അത് തന്നെ, അത് ശരിക്കും അങ്ങ് പോണം. ഇനി ഒന്നും തിന്നണ്ട, തിന്നതൊക്കെ അങ്ങോട്ട് പോകട്ടെ അല്ലേ? ശരീരപ്രകൃതി ഇഷ്ടപ്പെടാത്തൊരു വസ്തു ശരീരത്തിന്റെ ഉള്ളിലേക്ക് കൊടുത്താൽ അത് പുറത്തോട്ട് തള്ളണം, തള്ളിക്കളയും. പ്രകൃതി അങ്ങനെയാ. ഇന്ദ്രിയം മനുഷ്യ ശരീരത്തിന്റെ ഉള്ളു സ്വീകരിക്കുന്ന വസ്തുവല്ല. അത് ഉള്ളിലേക്ക് കൊടുത്താൽ മുഴുവനും പുറത്തോട്ട് പോകണമെന്നതാ ഭൗതിക ശാസ്ത്രം. എന്നാൽ പിന്നെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് 10,000 അല്ല ലക്ഷോപലക്ഷം അണുക്കളിൽ നിന്ന് ഒരു അണു അള്ളാഹു സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചു. അവിടെ കടന്നിട്ട് അതിങ്ങനെ വളരെയാണ്. അത് അള്ളാഹു വെച്ചു എന്നല്ലാതെ ശാസ്ത്രത്തിൽ ഒന്നും പറയാനില്ല. ഇന്ന് വരെ ഒന്നും പറയാനില്ല. ഇതെങ്ങനെ അവിടെ നിന്നു? ശരീരപ്രകൃതി ഇഷ്ടപ്പെടുന്ന വസ്തു അല്ലത്. അത് പുറത്തോട്ട് തള്ളിപ്പോരും. വായിലൂടെ കൊടുത്തു നോക്കൂ, ഛർദിച്ചു നോക്കൂ. അതാണ് അതിന്റെ സ്ഥിതി. പക്ഷെ ആ സാധനം ഉള്ളിലേക്ക് കൊടുത്തപ്പോ ഉള്ളിൽ നിന്നല്ലോ. അതെന്തേ? അത് അള്ളാഹു പിടിച്ചു നിർത്തി. ഒരു സുരക്ഷിത സ്ഥലത്ത് അള്ളാഹു അതിലാക്കി. ആ കൊടുത്ത വസ്തു എന്തായി മാറി? അല്ലാഹു തആല ആദ്യം ഇതിനെ രക്തക്കട്ടയാക്കി, തൊട്ടാൽ ഒട്ടുന്ന തരത്തിലുള്ള ഒരു തരം രക്തക്കട്ട. പിന്നീട് അല്ലാഹു അതിനെ മാംസം അരച്ച് കുഴമ്പാക്കിയതുപോലെയുള്ള വസ്തു അലക്കത്താക്കി. പിന്നെ അതിനെ അല്ലാഹു തആല എല്ലുകളാക്കി. ആ എല്ലുകളെ മാംസമാക്കി. ഫകസൗനൽ ഇളാമ ലഹമാ. പൂർണ്ണമായും ശരീരം എല്ലാണോ? അല്ല. പൂർണ്ണമായി മാംസമാണോ? അല്ല. എല്ലുകളെ തെർമോകോൾ കൊണ്ട് പൊതിഞ്ഞു, ഈ മാംസം കൊണ്ട് പൊതിഞ്ഞു. എത്ര സുരക്ഷിതമാക്കി! ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അങ്ങനെ അതാ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നു. 10 മാസമായപ്പോൾ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നു. ഭൗതിക ലോകത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി നിങ്ങൾ മരിച്ചു കൊടുത്തേ പറ്റൂ. ഇത്രയും പറയാൻ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ വിഷയം ഞാൻ വിശദീകരിക്കുകയല്ല. ഇത് മറ്റൊരു നിലക്ക് വിശദീകരിക്കേണ്ടതാണ്. എന്റെ ഉദ്ദേശവും അതല്ല. ഈ ഘട്ടങ്ങൾ അല്ലാഹു തആല പറഞ്ഞതിൽ 9 ഘട്ടം അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തുകളിൽ. മനുഷ്യൻ മണ്ണായിരുന്നു, മണ്ണ് മാറി ബീജമായി, അത് രക്തമായി, മാംസക്കട്ടയായി, രക്തക്കട്ടയായി. ഇങ്ങനെ അല്ലാഹു തആല ഖുർആനിൽ നമ്മെ കുറിച്ച് അവതരിപ്പിച്ച ഈ ആയത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന 9 ഘട്ടം പറഞ്ഞിട്ടുണ്ട്. അതിൽ 8ാമത്തെ ഘട്ടമാണ് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 7ാമത്തെ ഘട്ടം, 7ാമത്തതാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്നത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വന്ന് പുറത്ത് ലോകത്ത് ജീവിക്കുന്നു എന്നത് 7ാമത്തെ രംഗമാണ്. 8ാമത്തത് എന്താ? ഇനി നിങ്ങൾ മരിച്ചു കൊടുത്തേ പറ്റൂ. ജീവിച്ചോ, മരിച്ചു കൊടുത്തേ പറ്റൂ. എന്നാ മരിക്കുക? എപ്പോഴാ മരിക്കുക? അതൊന്നും നമുക്ക് നിശ്ചയമല്ല, പറയാൻ പറ്റില്ല. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. സാധാരണക്കാരായ ആളുകൾക്ക് അവർ എവിടെ വെച്ച് മരിക്കുമെന്ന് പറയാൻ സാധ്യമല്ല. വമാ തദ്രീ നഫ്സുൻ, ഒരു സാധാരണക്കാരനും അറിയില്ല, ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ച് മരിക്കുമെന്ന്. അസാധാരണക്കാരായ ആളുകൾക്ക് പറയാൻ പറ്റും, സ്വാലിഹീങ്ങൾക്ക് പറയാൻ കഴിയും. ഗസാലി ഇമാം പറഞ്ഞിട്ടില്ലേ, ഇമാം റാസി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ നാട്ടിൽ തന്നെ കഴിഞ്ഞ കാലത്ത് എത്ര സ്വാലിഹീങ്ങൾ അടുത്ത ആഴ്ച ഞാൻ മരിക്കുന്നൊക്കെ അഡ്വാൻസ് ആയി പറഞ്ഞ് മരിച്ചവരുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ആയത്ത് പറഞ്ഞതോ അത് സാധാരണക്കാരെ പറ്റിയാണ്. അസാധാരണക്കാരായ സ്വാലിഹീങ്ങൾക്കോ ഔലിയാക്കന്മാർക്കോ അവർക്ക് അഡ്വാൻസ് ആയി നേരത്തെ തന്നെ പറയാൻ കഴിയും. ഖത്തർ എന്നതിന്റെ
ഷറഹ്, പള്ളി ദർസിലോതുന്ന മുതഅല്ലിമീങ്ങൾ പഠിക്കുന്ന കിതാബിന്റെ ഷറഹ് മഖ്ദൂമിന്റെ കാലത്ത് നബ്ബറല്ലാഹു മർഖദഹുമാ അവര് പൊന്നാനി പള്ളിയിൽ വന്നപ്പോ ശൈഖ് ഉസ്മാൻ പൊന്നാനി പള്ളിയുടെ ഓരത്ത് അദ്ദേഹത്തിന്റെ ഖബർ കാണാം. പൊന്നാനി പള്ളിയിൽ വന്നപ്പോൾ മഖ്ദൂം തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹം നഹ്വിൽ വലിയ കഴിവുള്ള ആളാണെന്ന് കേട്ടപ്പോൾ ഒരു കിതാബിന് ഷറഹ് എഴുതണമല്ലോ. നഹ്വിന്റെ ഒരു കിതാബിന് മുതഅല്ലിമീങ്ങൾക്ക് ഷറഹ് എഴുതി കൊടുക്കാമായിരുന്നു. അപ്പൊ ശൈഖ് ഉസ്മാൻ മഖ്ദൂം തങ്ങളോട് പറയുന്നു, എന്റെ പോക്ക് ആയി, യാത്രയായി, മറ്റന്നാളെ എന്റെ യാത്രയാ, ഒരു 4 ദിവസം മുമ്പ് പറയായിരുന്നെങ്കിൽ എഴുതിക്കൂടായിരുന്നില്ലേ? അപ്പോഴാണ് മഖ്ദൂമും ഉസ്മാൻ തങ്ങളും രണ്ടുപേരും കണ്ടുമുട്ടിയിട്ട് വിഷയം പരിചയപ്പെടുന്നത്. അപ്പോഴാ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, ഇയാള് നഹ്വിൽ വലിയ കഴിവുള്ള ആളാണെന്ന് കേട്ടപ്പോൾ അങ്ങനെ മൂപ്പരെന്ത് ചെയ്തു, മറ്റന്നാളെ എന്റെ യാത്രയാണല്ലോ, നിങ്ങൾ 2 ദിവസം മുമ്പ് പറയുകയായിരുന്നെങ്കിൽ ഞാൻ ഒരു ഷറഹ് എഴുതി തരുമായിരുന്നല്ലോ, ഏതായാലും ആകട്ടെ ഞാനൊന്ന് പരിശ്രമിക്കാം എന്ന് പറഞ്ഞ് മറ്റന്നാളെ യാത്ര പോകാനുള്ള ആളോട് ഇന്ന് പറഞ്ഞു ഒരു ഷറഹ് എഴുതി കൊടുക്കാൻ. അദ്ദേഹം അതാ എഴുതി കൊടുത്തതാണ് ഇന്ന് പള്ളി ദർസിലെ മുതഅല്ലിമീങ്ങൾ ഓതുന്ന ബല്ലുസ്വദ ഖത്തർ എന്ന തന്നെ ഷറഹായി മുതഅല്ലിമീങ്ങൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്നത്. ശൈഖ് ഉസ്മാൻ പൊന്നാനി ഉണ്ടാക്കിയതാണ്. ഇപ്പറഞ്ഞ മറ്റന്നാള് അദ്ദേഹം വഫാത്താവുകയും ചെയ്തു എന്നാണ് ചരിത്രം. 3 ദിവസം മുമ്പ് പറയുന്നു, എനിക്ക് മറ്റന്നാളെ പോകാനുണ്ട്, എന്റെ യാത്രയാണ്, ഇങ്ങനെ എഴുതാൻ സമയമില്ല. എത്ര സ്വാലിഹീങ്ങളുണ്ട്, അവർക്കല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ മരണം എപ്പോഴാണെന്ന്. ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് പത്രസമ്മേളനം നടത്തിയപ്പോ പത്രക്കാര് ചോദിച്ചു, നെഹ്റുജി താങ്കൾക്ക് ശേഷം ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആരാ? ഞാൻ അടുത്തൊന്നും ഭരിക്കുന്നില്ലല്ലോ, എന്തിനാ നിങ്ങൾ പ്രധാനമന്ത്രിയെ തിരയുന്നത്? ഒരു സെറ്റ് ഡോക്ടർമാർക്ക് കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നെഹ്റുജി രാവിലെ നോക്കും, കൊളസ്ട്രോൾ നോക്കും, ഷുഗർ നോക്കും, എല്ലാം നോർമലാണ്. അത് നോർമലാക്കി നിർത്തി ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലും ശിക്ഷണത്തിലും ഫുൾ ടൈം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നിൽ വരുന്ന മാറ്റത്തെ കുറിച്ച് പറയാൻ തനിക്ക് കഴിയില്ല. പറഞ്ഞ് 2 മാസം പൂർത്തിയാവും മുമ്പ് നെഹ്റു മരണപ്പെട്ടു. ഞാൻ അടുത്തൊന്നും മരിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ പ്രധാനമന്ത്രിയെ തിരയുന്നു എന്ന് ചോദിച്ച മനുഷ്യൻ അടുത്ത ദിവസം മരിക്കണത്. തന്നിൽ വരുന്ന മാറ്റം തനിക്ക് പറയാൻ പറ്റിയില്ല. മരണത്തിന്റെ സ്ഥിതി അതാണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 9 ഘട്ടം പറഞ്ഞതിൽ 8ാമത്തത് എപ്പോഴും സംഭവിച്ചേക്കാം. അല്ലാഹു തആല അവിടെ നിർത്തിയോ ആ വിഷയം? ഇല്ല. സുമ്മ ഇന്നക്കും ഇലൈനാ തുർജഊൻ, പിന്നെ നിങ്ങളെ എന്നെക്കൊള്ള മടക്കപ്പെടും. അവിടെയാ അത് അവസാനിപ്പിച്ചത്. പിന്നെ നിങ്ങളെ എന്നെക്കൊള്ള മടക്കപ്പെടും, തിരിച്ച് നിങ്ങൾ എന്നിലേക്ക് വരും എന്നതാണ് അല്ലാഹു തആല പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ 9 ഘട്ടം മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിലെ 7ാമത്തെ രംഗമാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. നാം ബീജമായിരുന്നു. ലോകത്തൊരു നിരീശ്വരവാദിക്ക് തർക്കമുണ്ടോ? നാം ഉമ്മാന്റെ ഗർഭാശയത്തിൽ ജീവിച്ചു. ഒരു നിരീശ്വരവാദിക്ക് പോലും തർക്കമില്ല. അത് രക്തക്കട്ടയായിരുന്നു, തർക്കമില്ല. മാംസപിണ്ഡമായിരുന്നു, തർക്കമില്ല. ഉമ്മാന്റെ ഗർഭാശയത്തിൽ 10 മാസം കിടന്നു വളർന്നു, അതും തർക്കമില്ല. പ്രസവിച്ചു ദുനിയാവിൽ ജീവിക്കുന്നു, തർക്കമില്ല. മരിച്ചു പോകും, അതിലും നിരീശ്വരവാദിക്ക് തർക്കമില്ല. അള്ളാഹു പറഞ്ഞ 9 കാര്യങ്ങളിൽ 8 എണ്ണവും നീ സമ്മതിക്കുന്നുവെങ്കിൽ, എടാ നിരീശ്വരവാദി, 9ാമത്തും നിനക്കങ്ങ് സമ്മതിച്ചൂടെ? 9 എണ്ണം അല്ല പറഞ്ഞത്, 8 എണ്ണം സത്യമാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ? എന്തിനാ പിന്നെ ആ 9ാമത്തതിൽ തർക്കിക്കുന്നത്? അത് നീ നിഷേധിക്കണമെങ്കിൽ ഈ 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പിഴച്ചു കാണണ്ടേ? ഈ 8 എണ്ണവും സത്യമാണെന്ന് നിനക്ക് ബോധ്യവുമല്ലേ? പിന്നെന്തിനാ 9ാമത്തെ പാരത്രിക ലോക ജീവിതത്തെ കുറിച്ച് നീ എന്തിനെ നിഷേധിക്കുന്നു? അതെന്തിനെ തർക്കിക്കുന്നു? അതും കൂടി അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്? അള്ളാഹു നമ്മളോട് പറയുന്നത്, സുമ്മ ഇന്നക്കും ഇലൈനാ തുർജഊൻ. വ്യത്യസ്ത സ്ഥലങ്ങളിൽ അള്ളാഹു പറയും, പിന്നെ നിങ്ങളെ എന്നെക്കൊള്ള മടക്കപ്പെടും, എന്നിലേക്ക് യാത്രയാക്കപ്പെടും. അവിടെയാണ് അള്ളാഹു ആ പോയിന്റ് അവസാനിപ്പിക്കുന്നത്. നാം അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകും, നാം അള്ളാഹുവിലേക്ക് ചെന്നു ചേരും. അവിടെയാണ് ഇത് അവസാനം. എന്താണ് നാം ഇന്ന് താമസിക്കുന്ന വീട്ടിലാരാ താമസിച്ചിരുന്നത്? അതിന്റെ വാപ്പയുടെ പോയി, മരിച്ചുപോയി.
വാപ്പ താമസിക്കുന്നതിന് മുമ്പ് ആരാ അവിടെ താമസിച്ചത്? അത് വാപ്പന്റെ വാപ്പ വല്യാപ്പ അവിടെ പോയി, വല്യാപ്പ മരിച്ചുപോയി, അവരുടെ വാപ്പ മരിച്ചുപോയി. അങ്ങനെ അങ്ങോട്ട് മനുഷ്യന്റെ ആദ്യ പിതാവ് വരെ അത് എണ്ണി നോക്കുകയാണെങ്കിൽ ആദം നബി അലൈഹിസ്സലാമിലെത്തും. ആദം നബി അലൈഹിസ്സലാമും മരിച്ചുപോയി. എങ്ങോട്ട് പോയി? വന്നയിടത്തേക്ക് പോയി. ആദം നബി അലൈഹിസ്സലാം ഈ നാട്ടുകാരനാണോ? അല്ല, ഇവിടെ വന്നതാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തു നിന്ന് വന്നതാ, വന്നയിടത്തേക്ക് തിരിച്ചുപോയി. അപ്പൊ നമ്മളൊക്കെ പോകും. എങ്ങോട്ട്? നമ്മൾ ഈ നാട്ടുകാരല്ല, അതുകൊണ്ടാണല്ലോ പോണത്. ഈ നാട്ടുകാരല്ലാത്തത് കൊണ്ടാ പോണത്. ഗൾഫിൽ പോയ ഒരു പ്രവാസി, അയാളുടെ മനസ്സിലുള്ള ചിന്ത, എന്റെ ആവശ്യം കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിൽ ചെന്ന് ചേരണം, എന്റെ ഭാര്യ മക്കളെയും കണ്ട് സന്തോഷിച്ച് എന്റെ വീട്ടിൽ കഴിഞ്ഞുകൂടണം. നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോരുമ്പോൾ ഉണ്ടായിരുന്ന ഉദ്ദേശം ഒരു വീടുണ്ടാക്കലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു 5 ലക്ഷം രൂപ കടം വീട്ടലാണ് എന്ന ഉദ്ദേശത്തിൽ ഗൾഫിലേക്ക് പറന്ന മനുഷ്യനതാ അവന്റെ 5 ലക്ഷം കടം വീടിക്കഴിഞ്ഞാൽ, അവന്റെ വീട് നിർമ്മാണം കഴിഞ്ഞാൽ ഇനി നാട് പിടിക്കണം, നാട്ടിൽ കഴിഞ്ഞുകൂടണം. ഈ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയാൽ എത്രയും പെട്ടെന്ന് നാട് പിടിക്കാം എന്നതാണ് ലക്ഷ്യമെങ്കിൽ ഗൾഫ് അവന്റെ സ്വന്തമായ നാടല്ല. അവന്റെ നാട് ഏതാണോ അങ്ങോട്ട് തിരിച്ചു പോരണം. ഗൾഫിൽ പോയവരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോരുന്നു. എനിക്കും എത്രയും പെട്ടെന്ന് എന്റെ നാട് പിടിക്കണം എന്നതാണ് ലക്ഷ്യമെങ്കിൽ നാം ഈ നാട്ടുകാരല്ല, എവിടെന്നോ വന്നവരാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്നു. മറ്റുള്ളവരൊക്കെ പോയി കഴിഞ്ഞു, നമുക്കും പോകേണ്ടതുണ്ട്. നാം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ദുനിയാവിലാണല്ലോ നമ്മുടെ ജീവിതം. ഈ ദുനിയാവിന്റെ സ്ഥിതി സിജുനുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ജയിലാണ്. ദുനിയാവും നമ്മളും തമ്മിലുള്ള ബന്ധം, ദുനിയാവ് നമ്മുടെ ജയിലാണ്. വജന്നത്തുൽ കാഫിരി, അവിശ്വാസിയുടെ മണിയറയാണ്. ദുനിയാവ് ജയിലാണ് എന്ന് പറഞ്ഞാൽ എന്താ? ജയില് എന്ന് പറഞ്ഞാൽ എന്താ? സ്വാതന്ത്ര്യം തടയുക. ഇതാണ് ജയില് എന്ന് പറഞ്ഞാൽ. ഒരു സ്വാതന്ത്ര്യവും ഇല്ല ദുനിയാവിൽ. ജീവിക്കാൻ വല്ല സ്വാതന്ത്ര്യവുമുണ്ടോ? എല്ലാ സ്വാതന്ത്ര്യങ്ങളും തടഞ്ഞു. എന്ത് സ്വാതന്ത്ര്യം ഇവിടെ ഉള്ളത്? അതൊന്നുമല്ല. നിങ്ങളാ പറഞ്ഞത് ശരിയല്ല. ദുനിയാവിൽ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ആരെങ്കിലും പറയൂ സ്വാതന്ത്ര്യം തടഞ്ഞു, ദുനിയാവ് ജയിലാണ്? മനുഷ്യന്മാരേത് മനസ്സിലാക്കാത്തതുള്ളൂ. ഇമാം സുയൂത്തി തന്റെ ഹാവിയിൽ ഉദ്ധരിച്ചത് കാണാം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹദ്റത്തിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഒരു കുപ്പി മരുന്ന് കൊണ്ടുവന്നു കൊടുത്തു. സുലൈമാൻ നബിയെ, ഈ മരുന്ന് അങ്ങ് കുടിച്ചേക്ക്. ഇത് കുടിച്ചാൽ ഖിയാമത്ത് നാൾ വരെ മരിച്ചു പോകൂല, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു തീരുമാനമെടുത്തു. ഈ മരുന്ന് ഞാൻ കുടിക്കണോ അതോ കുടിക്കാതിരിക്കണോ? താനൊരു തീരുമാനം എടുത്തു. എങ്കിലും ജനങ്ങൾക്ക് ഇതൊന്ന് പഠിപ്പിക്കണമല്ലോ. ജിന്ന് വർഗത്തെയും വിളിച്ച് ചോദിച്ചു, ഞാൻ കുടിക്കണോ? കുടിച്ചോളൂ സുലൈമാൻ നബിയെ, ഖിയാമത്ത് നാൾ വരെ മരിക്കുന്നു, പേടിക്കണ്ടല്ലോ. മനുഷ്യന്മാരെ വിളിച്ച് ചോദിച്ചു, ഞാനിത് കുടിക്കണോ? കുടിച്ചോ സുലൈമാൻ നബിയെ, ഖിയാമത്ത് നാൾ വരെ മരിക്കൂലല്ലോ. ഞങ്ങൾക്കാ കിട്ടിയതെങ്കിൽ ഞങ്ങളൊക്കെ കുടിക്കുമായിരുന്നു. മിണ്ടനല്ല ആരോടും, അങ്ങ് കുടിക്കും. ഖിയാമത്ത് നാൾ വരെ മരിക്കൂലല്ലോ. എല്ലാരോടും ചോദിച്ചു, ഓലൊക്കെ പറഞ്ഞു കുടിച്ചോ. മനുഷ്യരും ജിന്നും പറഞ്ഞു കുടിച്ചോളൂ. മൃഗങ്ങളോട് ചോദിച്ചു. കാട്ടിൽ നിന്ന് കുംഫുദ് എന്ന് പറയുന്ന, ഇത്തിളുമുള്ളൻ എന്ന് നമ്മൾ പറയുന്ന അറബിയിൽ കുംഫുദ് എന്ന് പറയുന്ന ജീവിയെ ആണ് മൃഗങ്ങളെ കൂട്ടത്തിൽ വിളിച്ചു വരുത്തിയത്. ആദ്യം ഒരു കുതിരയെ വിട്ടു. കുംഫുദിനോട് ഇവിടെ വരാൻ പറ. ഈ കുതിര എന്നിട്ട് പറഞ്ഞു, കുംഫുദ് നിന്നെ സുലൈമാൻ നബി വിളിക്കും. കേട്ട ഭാവയെ നടിച്ചില്ല. ഇത്തിളുമുള്ളൻ കുതിര പറഞ്ഞത് തിരിഞ്ഞു നോക്കിയില്ല. വരേണ്ട സമയം കഴിഞ്ഞിട്ടും വന്നു കാണാതായപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു പട്ടിയെ പറഞ്ഞയച്ചു. എടാ പട്ടി, പോയിട്ട് പറ കുംഫുദിനോട് ഇവിടെ വരാൻ പറ. ആ നായനെ പറഞ്ഞയച്ചു. നായ ചെന്നിട്ട് പറഞ്ഞു, കുംഫുദേ, സുലൈമാൻ നബി വിളിക്കുന്നു. ഉടനെ തന്നെ കുംഫുദ് ഓടിയെത്തി. എന്ത് പണിയാടോ, നേരത്തെ ഞാൻ ഒരാളെ പറഞ്ഞയച്ചല്ലോ നിന്നെ വിളിക്കാൻ, കുതിരയെ പറഞ്ഞയച്ചല്ലോ. ശരിയാണ്, കുതിര എന്നോട് പറഞ്ഞു, പക്ഷെ എനിക്ക് വിശ്വാസമായില്ല. എന്താ? യജമാന ഭക്തി ഇല്ലാത്ത ജീവിയാ കുതിര. ഞാൻ കാശ് കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് എന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയ ഒരു കുതിര നിങ്ങൾ വന്നിട്ട് അതിന്റെ മുകളിൽ ചരക്ക് വെച്ചിട്ട് നടക്കുന്ന് പറഞ്ഞു നോക്ക്, കുതിര നടക്കും. കുതിരക്ക് അങ്ങനെ യജമാന ഭക്തി ഒന്നുമില്ല. എന്റെ മുതലാളി എന്റെ യജമാനൻ പറയാതെ ഞാൻ പോകൂല. പട്ടി അങ്ങനല്ല. പട്ടി യജമാന ഭക്തിയുള്ള 10 ഗുണം പട്ടിയിൽ നിന്ന് പഠിക്കണം എന്നാണ്. 10 നന്മകൾ പട്ടി തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട ജീവിയാ.
നീചമായ ജീവിയാണ്, വൃത്തികെട്ട സാധനമൊക്കെ ശരിയാ. പക്ഷേ പട്ടിക്ക് ചില സൽഗുണങ്ങളും. 1 കിലോ അരി വേവിച്ച് സുന്ദരമായ ചോറും കൂട്ടാനും ആക്കിയിട്ട് പട്ടിയുടെ നായന്റെ മുമ്പിൽ വെച്ചു കൊടുത്താൽ എത്ര വിശന്നക്കണമെങ്കിലും 1/4 ഭാഗയാ പട്ടി തിന്നോളൂ. ഭക്ഷണത്തിന്റെ 1/4 ഭാഗമല്ല, തന്റെ വയറ്റിലേക്ക് 1/4 ഭാഗയെ പട്ടി തിന്നോളൂ. യജമാന ഭക്തി, സുബ്ഹാനല്ലാഹ്, ഇത്രയും നല്ല ഒരു ജീവി വേറെ ജീവികൾ. യജമാന ഭക്തി അത്രയും വലുതാണ്. ഈ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നില്ല, അടക്ക നോക്കൊക്കെ ഉണക്കാനിട്ടിട്ട് ഇത് പൊളിച്ച്, അങ്ങനെ എന്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ വല്ല അപൂർവം എവിടെയെങ്കിലുമൊക്കെ കാണും. വലിയ വലിയ മുതലാളിമാരെടുക്കൽ പോയിട്ട് ജീവിക്കാൻ വകയില്ലാത്ത പാവപ്പെട്ട സാധുക്കള് ചാക്ക് കണക്കിന് അടക്ക വാങ്ങിക്കൊണ്ടുവരും. അത് കൊണ്ടുവന്നിട്ട് വിശാലമായ പറമ്പ് ആർക്കെങ്കിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. 5 പൈസക്ക് ആർക്കും വേണ്ട, ഒഴിഞ്ഞ പാറപ്പുറം. അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഈ അടക്ക അങ്ങോട്ട് ചിക്കിയിട്ടിട്ട് അത് ഉണങ്ങിയാൽ ഒരു പാകത്തെ ഉണക്കെത്തുമ്പോൾ പൊളിച്ചിട്ട് അതിന്റെ പരിപ്പ് വേറെയും ഈ തോട് വേറെയും ആക്കിയിട്ടിട്ട് തോട് പിന്നെ കത്തിക്കാൻ ഉപയോഗിക്കുകയും ഈ പരിപ്പ് മുതലാളിക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. ഒരു ചാക്ക് അടക്ക പൊളിച്ചാൽ ചിലപ്പോൾ 5 രൂപ കിട്ടും. അതുകൊണ്ട് തന്റെ കുടുംബം പോറ്റി ജീവിക്കും. അങ്ങനത്തെ ആളുകളെ പഴയകാലത്തുണ്ടായിരുന്നു. 5 സെന്റ് ഭൂമിക്ക് ഇയാൾക്ക് വകയില്ല. ഇയാൾ ഇങ്ങനെ ഈ അടക്ക ഉണക്കാൻ ഇട്ടിട്ട് രാത്രി സമയം ക്ഷീണിച്ച് വിഷമിച്ചപ്പോ ഒരു ഷെഡ് കെട്ടിയിട്ട് 4 ഓലയെല്ലാം കൂടി വെച്ചിട്ട് ഒരു ഷെഡാക്കി കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വിശ്രമിക്കുക. തന്റെ നായ അവിടെ കിടക്കുന്നുണ്ട്. ഇന്ത്യന്റെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആ പറമ്പിന്റെ മൂലയിൽ വന്ന പട്ടി കുരക്കും. എന്താ കുരച്ചതിന്റെ അർത്ഥം? കടന്നു പോകരുത്, ഈ പറമ്പുക്ക് ഇങ്ങോട്ട് കടന്നു പോകരുത്. എന്റെ യജമാനൻ ഇവിടെ കടന്നുറങ്ങുക, യജമാനന്റെ സമ്മതമില്ലാതെ ഈ പറമ്പിലേക്ക് കടക്കരുത്. ഞാൻ ഇന്ത്യന്റെ പ്രധാനമന്ത്രി, അത് ഡൽഹിയിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ എന്റെ മുതലാളിന്റെ സമ്മതമില്ലാതെ ഇങ്ങോട്ട് കടക്കരുത് എന്നല്ലേ ആ കുരച്ചതിന്റെ അർത്ഥം? തനിക്കെന്ത് മൻമോഹൻ സിംഗ്, തനിക്കെന്ത് പ്രധാനമന്ത്രി, തനിക്കെന്ത് പ്രസിഡന്റ്, തനിക്ക് ഏറ്റവും വലുത് 5 പൈസക്ക് വകയില്ലാത്ത തന്റെ യജമാനനാ. അതാ യജമാന ഭക്തി പട്ടിയെ കണ്ട് പഠിക്കണം. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, അബൂ യസീദേ, തന്റെ താടിയിൽ കാണുന്ന, മുഖത്ത് കാണുന്ന ഈ താടിയിലെ രോമമാണോ നല്ലത്, ആ പട്ടിയുടെ വാലിൽ കാണുന്ന രോമമാണോ നല്ലത്? പരിഹസിക്കാൻ വേണ്ടി ചോദിച്ചതാ. അബൂ യസീദ് അൽ ബിസ്താമി പറഞ്ഞു, എന്താ സംശയം? ആ പട്ടിയുടെ വാലിൽ കിടക്കുന്ന രോമമാണ്, ആ പട്ടിയുടെ വാലിൽ കിടക്കുന്ന രോമമാണ് ഈ താടി രോമത്തേക്കാൾ നല്ലത്. നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ വിചാരണ കഴിഞ്ഞ് സിറാത്ത് പാലം കടന്ന് അക്കരക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ തിരിഞ്ഞു നിന്നിട്ട് ഈ പട്ടിയോട് പറയും, എടാ പട്ടി, നിന്നേക്കാൾ നല്ലവൻ ഞാനാണ്. അതല്ല, ഞാൻ ആ സിറാത്ത് പാലത്തിൽ നിന്ന് കാൽ വഴുതി താഴോട്ട് വീഴേണ്ടി വന്നാൽ എന്നേക്കാൾ നല്ലവൻ ഈ പട്ടിയാണ്. കാരണം ആ പട്ടി യജമാന ഭക്തിയുള്ള ജീവിയാണ്. ഞാൻ എന്റെ യജമാനനോട് ധിക്കാരം കാണിച്ചതിന്റെ പേരിൽ നരകത്തിൽ കടന്നവനാണ്. അത് അവിടെ വെച്ച് പറയാം. അബൂ യസീദ് അൽ ബിസ്താമിയുടെ മറുപടി കേട്ടപ്പോ ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് അബൂ യസീദ് അൽ ബിസ്താമിയുടെ നെറ്റത്ത് മുത്തം കൊടുത്തുകൊണ്ട് തിരിച്ചുപോയി.